Yes. Good evening. Good evening. That'll- Hello, Yes. sir. Good evening. Good evening. Good evening. കാര്യങ്ങൾ ഉഷാറല്ലേ? എങ്ങനെയുണ്ട് വീക്കെൻഡൊക്കെ? കച്ചവടത്തിൽ വീക്കെൻഡിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, അറിയോ? എന്താ ഇമ്പോർട്ടൻസ് എന്ന് അറിയോ? സാറ്റർഡേക്കും സൺഡേക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ ആണാവട്ടെ. കമോൺ. യെസ്. സെക്കൻഡ്. യെസ്. അപ്പോൾ തുടങ്ങല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ബിസിനസ് മന്ത്രയുടെ 3rd ഡേ, 5 ദിവസത്തെ പരിപാടിയുടെ 3rd ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഓക്കെ ആസിഫ് ജി, നോ പ്രോബ്ലം. ട്രാവലിംഗ് ബൈ ട്രെയിൻ, നോ പ്രോബ്ലം. അപ്പോൾ 5 ദിവസത്തെ 3ാമത്തെ ദിവസം ബിസിനസ് മന്ത്രയിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രഗിളിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സർവൈവൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ദിവസം നമ്മൾ സിഇഒയുടെ ഒരു മൈൻഡ് സെറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സിഇഒ എങ്ങനെ ചിന്തിക്കണം എന്നതിനെ കുറിച്ച് സംസാരിച്ചു. 2ാമത്തെ ദിവസം ഇന്നലെ നമ്മൾ മാർക്കറ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. മാർക്കറ്റ് ഡോമിനേഷൻ ഫോർമുല നമ്മൾ ഇന്നലെ സംസാരിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സെയിൽസിനെ കുറിച്ചാണ്. എല്ലാ ബിസിനസ്സുകാരുടെയും ഏറ്റവും വലിയ തലവേദനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തലവേദന, അതിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ കയ്യിലേക്ക് പണം വരുത്താനുള്ള ഒരേ ഒരു മാർഗം ബിസിനസ്സിലെ സെയിൽസ്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. റെഡിയാണോ? അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആവട്ടെ, ഉഷാറാവട്ടെ. വീഡിയോ ഒക്കെ ഒന്ന് ഓണായിട്ട് എല്ലാവരും ഒന്ന്, എനിക്ക് ഇച്ചിരി എനർജി താ. സെറ്റാവട്ടെ. യെസ്, ഒന്ന് തുടങ്ങല്ലേ? സോ സെയിൽസ് ഒരു വലിയ തലവേദനയാണ് അല്ലേ? സെയിൽസിനെ നമ്മൾ പറയുന്നത് ഹാർട്ട് ബീറ്റ് ഓഫ് ദ ബിസിനസ് എന്നാണ്. ഹാർട്ട് നിന്ന് കഴിഞ്ഞാൽ മൊത്തം കാര്യങ്ങൾ നിൽക്കും. പലരുടെയും ഇവിടെ ഇന്ന് ഇങ്ങോട്ട് വരാനുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ട്രെയിനിങ്ങിന് 5 ദിവസം അറ്റൻഡ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലാണ്, അതിൻ്റെ ഏറ്റവും ഉച്ചിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സെയിൽസ് തന്നെയാണ്. സെയിൽസിൽ പലരും കാണുന്ന രീതികൾ, സെയിൽസിൽ പലരും കാണുന്ന പ്രശ്നങ്ങൾ, സെയിൽസിൽ ഉണ്ടാകുന്ന കുറേ ഇഷ്യൂസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള സംസാരിക്കുന്നത്. അടുത്തൊരു മണിക്കൂർ നിങ്ങളുടെ 100% അറ്റൻഷൻ ഇവിടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ട്രാൻസ്ഫോം യുവർ സെയിൽസ്, യു ക്യാൻ ട്രാൻസ്ഫോം യുവർ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ, നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ ഈ ബിസിനസ് മന്ത്ര എന്ന് പറയുന്ന ഈ പ്രോഗ്രാം നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇതിൽ വളരെ വ്യക്തമായിട്ട് ചില ആളുകൾ 1-2 ചോദ്യങ്ങൾ എനിക്ക് പേഴ്സണലി അയച്ചിരുന്നു. അപ്പം അതിനുള്ള ഉത്തരം പറഞ്ഞ് ഞാൻ തുടങ്ങാമെന്ന് കരുതുന്നു. സാറേ, തിയറിയൊക്കെ വലിയ കാര്യമാണ്, തിയറിയൊക്കെ ആർക്കും പറയാൻ പറ്റും, പക്ഷേ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് പ്രശ്നം. അതിനെന്തെങ്കിലും വഴികളുണ്ടോ എന്നുള്ളത്. ഞാൻ എൻ്റെ ഒറ്റ കാര്യം എനിക്ക് പറയുള്ളൂ, ക്ഷമിക്കൂ രാമപ്പട്ടരെ, വരുന്നു പപ്പടക്കൊട്ട. വരുന്നുണ്ട് കാര്യങ്ങൾ വളരെ
പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നമുക്ക് സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബിസിനസ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു സെഷൻ വരുന്നുണ്ട്. അതിന് മുന്നായിട്ട് നിങ്ങൾ ബേസിക്കലി തിയററ്റിക്കലായിട്ട് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ഈവൻ പ്രാക്ടിക്കലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഒരു വട്ടം കൂടി ഞാൻ പറയുന്നു, ഇനി ഞാൻ പറയില്ല. യുവർ വീഡിയോ ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഉഷാറായിട്ടിരിക്കുന്നത് അവിടെ കണ്ടു കഴിഞ്ഞാലേ എനിക്കൊന്ന് ഉഷാറാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ശ്രദ്ധ 100% ഈ പറയുന്ന പ്രോഗ്രാമിന് കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ശ്രദ്ധ 100% ഈ പറയുന്ന ബിസിനസ് മന്ത്രയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന നോളേജ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ എല്ലാ തിരക്കുകളും, എന്തൊക്കെ തിരക്കുകളുണ്ട്, ബിസിനസ് എനിക്ക് മനസ്സിലാവും, ബിസിനസ്, ഈ ബിസിനസ്സിനെ നിങ്ങൾക്ക് മാറി ബിസിനസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു മണിക്കൂറിലെ ബിസിനസ് ഒന്ന് മാറ്റിവെക്കുക. നിങ്ങളുടെ പ്രയോറിറ്റി നാളെയും മറ്റന്നാളും കൂടി, നാളെ സൺഡേ ആണ്, മറ്റന്നാൾ മൺഡേ ആണ്, എനിക്കറിയാം എല്ലാവർക്കും തിരക്കുള്ള ആളുകളാണ്, പല രീതിയിലുള്ള തിരക്കുകളുണ്ട്. പക്ഷേ ഇനിയുള്ള 2-3 ദിവസങ്ങളിൽ നിങ്ങളത് വളരെയധികം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് അഭിപ്രായം. സോ ഷാൾ വി സ്റ്റാർട്ട് ദ തിങ്സ്? നമ്മുടെ പലരുടെയും വിചാരം എന്ന് പറയുന്നത് സെയിൽസ് എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലർക്കും സെയിൽസ് കുറവായത് കൊണ്ട് ബിസിനസ് താഴെ പോകാറുണ്ട്. സെയിൽസിനെ കൃത്യമായിട്ട് എല്ലാ മാസവും ഒരുപോലെ കൊണ്ടുപോകാൻ പലർക്കും പറ്റാറില്ല. സെയിൽസിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നവർക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ക്ലാസ്. എന്താണ് സെയിൽസ്, അല്ലെങ്കിൽ സെയിൽസ് എന്താണ്? വളരെ സിമ്പിളാണ്. സെയിൽസിനെ ആസ് എ ബിസിനസ് കൺസൾട്ടന്റ് ഞാൻ നിർവചിക്കുന്നത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രോഡക്റ്റിനെ ഒരു കസ്റ്റമറെ കൊണ്ട് അല്ലെങ്കിൽ കസ്റ്റമർക്ക് വിൽക്കുന്നതല്ല സെയിൽസ്. അതായത് ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നതോ അവന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നതോ അല്ല സെയിൽസ്. പിന്നെന്താണ് സർ? ഒരു കസ്റ്റമറുടെ പ്രശ്നത്തിന്, അവന്റെ ഒരു വേദനയ്ക്ക്, പെയിന് സൊല്യൂഷൻ കൊടുക്കുന്നതിലൂടെ അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം ഉണ്ടെങ്കിൽ, അതാണ് സെയിൽസ്. പലരുടെയും ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം തൊട്ടേ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിലിരിക്കുന്ന പലരും ചിന്തിക്കുന്നത് സെയിൽസ് സെറ്റ് ആവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മുടെ പ്രോഡക്റ്റ് നന്നായി കഴിഞ്ഞാൽ സെയിൽസ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒന്നാണ് എന്നാണ് പലരുടെയും ധാരണ. തെറ്റാണ് ഗോപു, വളരെയധികം വലിയ തെറ്റാണത്. നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ലതായത് കൊണ്ട് ഒരിക്കലും സെയിൽ നടക്കില്ല. പലരുടെയും വിചാരം, എൻ്റെ പ്രൊഡക്റ്റിന്റെ സവിശേഷതകൾ കസ്റ്റമർ മനസ്സിലാക്കുന്നില്ലല്ലോ, എന്നിട്ടും ഇതിനേക്കാൾ മോശം പ്രൊഡക്റ്റുകൾ നമ്മുടെ നാട്ടിൽ വിറ്റു പോകുന്നുണ്ടല്ലോ, പിന്നെന്താ എൻ്റെ പ്രൊഡക്റ്റ് വിറ്റു പോയാൽ, അല്ലെങ്കിൽ വിൽക്കാത്ത എന്തുകൊണ്ടാ? വളരെ സിമ്പിളാണ്. അത് വിൽക്കാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് അല്ലെങ്കിൽ വിൽപ്പന അറിയില്ല. എന്നാൽ വിൽപ്പന അറിയാം, സെയിൽസ് ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് സാറേ. ആളുകളോട് സംസാരിക്കുന്നതല്ലേ, ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നതല്ലേ? അല്ല. നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് വാതോരാതെ സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും സെയിൽസ് ആവില്ല, കസ്റ്റമർ വാങ്ങില്ല. ഞാൻ നന്നായിട്ട് സംസാരിച്ചു സാറേ, അവർക്ക് എല്ലാ കാര്യങ്ങളും കൺവിൻസ്ഡ് ആണ് സാറേ, എല്ലാം മനസ്സിലായിട്ടുണ്ട് സാറേ, പക്ഷെ കാശ് തരുന്നില്ല, കയ്യിലേക്ക് കാശ് ഇങ്ങോട്ട് വരുന്നില്ല. അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ ഒന്ന് യെസ് അടിച്ചേ. ഞാൻ നന്നായി സംസാരിക്കുന്നുണ്ട് പക്ഷെ കാശ് വരുന്നില്ല. അങ്ങനെയുള്ളവരൊന്ന് യെസ് അടിച്ചേ വേഗം. യെസ്, യെസ്, ഒരു യെസ് വന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്കുള്ള യഥാർത്ഥത കിട്ടുള്ളൂ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ചോദ്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്കിത് അറിയണം എന്നുള്ളൊരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വല്ലതും എനിക്ക് തരാൻ പറ്റുള്ളൂ. സീരിയസ്ലി വരട്ടെ, ചോദ്യങ്ങൾ വരട്ടെ, അല്ലെങ്കിൽ സോറി, നിങ്ങളുടെ യെസ് വരട്ടെ. അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾ വാതോരാതെ സംസാരിച്ചത് കൊണ്ട്, നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞത് കൊണ്ട് ഒരിക്കലും നടക്കില്ല. നമ്മുടെ സെയിൽസിൽ ഒരു തെറ്റായ ധാരണയുണ്ട്. സെയിൽസ് എക്സിക്യൂട്ടീവ്, നല്ല സെയിൽസ് എക്സിക്യൂട്ടീവിന്
നന്നായി സംസാരിക്കുന്നവനാണെങ്കിൽ അവന് നല്ല കച്ചവടം കിട്ടും? ഒരിക്കലുമില്ല. ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഉണ്ടാവേണ്ട ഏറ്റവും നല്ല ഗുണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? കസ്റ്റമറോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആ കസ്റ്റമറുടെ പെയിൻ പോയിന്റ് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള യഥാർത്ഥ സൊല്യൂഷൻ കൊടുക്കലാണ് സെയിൽസ്. നല്ല ഡോക്ടർ ആരാണ്? നിങ്ങളുടെ അറിവിൽ നല്ല ഡോക്ടർ ആരാണ്? ഉദാഹരണമായിട്ട് ഇവിടുന്ന് ബിനീഷ് ഒരു ഡോക്ടറെ കാണാൻ പോകുന്നു. ഡോക്ടറോട് പറയുന്നു, സാറേ എനിക്ക് പനിയാണ്. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യുന്നു? വേഗം തെർമോമീറ്റർ എടുക്കുന്നു, ചെക്ക് ചെയ്യുന്നു. 100°C. അയ്യോ പനിയുണ്ട്, വേഗം തന്നെ മരുന്ന് എഴുതി തരുന്നു, ഇത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ബിനീഷ് അവിടുന്ന് ഇറങ്ങുമ്പോൾ ആ സ്ലിപ്പ് അങ്ങ് കീറിയിട്ട് ഇയാൾ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല, ഒരു കോപ്പ് അറിയില്ല, ഇയാൾക്ക് ഈ മരുന്ന് എഴുതാൻ അയാൾ ഇരിക്കണം എന്ന് ചോദിച്ചാൽ അടുത്ത ഡോക്ടറെ കാണാൻ പോകും. എന്നാൽ ആ ഡോക്ടറെ അടുത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, എന്തേ പറ്റിയേ? സാറേ പനിയാണ്. ആ പനിയാണോ? ഓ തെർമോമീറ്റർ ഒക്കെ എടുത്ത് ചെക്ക് ചെയ്യുന്നു, 100°C. അയ്യോ പനിയുണ്ടല്ലോ, എന്തേ ഭക്ഷണം കഴിച്ചേ? എന്തേ തണുപ്പത്ത് വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം ഉണ്ടായോ? മഴ കൊള്ളലോ അല്ലെങ്കിൽ തണുപ്പിലിരിക്കലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ആ സാറേ ഞാൻ ഇന്നലെ ബൈക്കിൽ വരുന്ന സമയത്ത് എനിക്ക് ഞാൻ ഇച്ചിരി മഴ കൊണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ആ ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? നിങ്ങളുടെ വയറിന് അസുഖമോ അല്ലെങ്കിൽ ജലദോഷമോ അല്ലെങ്കിൽ തലവേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സാറേ, ചെറുതായിട്ട് ഇന്നലെ രാത്രി ഇച്ചിരി തലവേദന ഉണ്ടായിരുന്നു, ഞാനൊരു ഒരു ഡോളോ എടുത്ത് കഴിച്ചു, അതോടുകൂടി എനിക്ക് തലവേദന. ഓ ഡോളോ കഴിച്ചിരുന്നു അല്ലേ ഇന്നലെ? അപ്പോൾ മാറിയോ? എന്നിട്ട് പനി മാറിയായിരുന്നു? അത്ര നേരത്തേക്ക് മാറി, പിന്നെ രാത്രി വീണ്ടും പനിച്ചോ? ഓക്കെ, ഇപ്പോൾ പനി ചെറുതായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ എന്താ ഭക്ഷണം കഴിച്ചത്? ഇന്നലെ രാത്രി എന്താ ഭക്ഷണം കഴിച്ചത്? വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ അസുഖങ്ങൾ? ഇല്ല സാർ, വേറെ ആർക്കും ഇല്ല. ആ ഓക്കെ, ഇതിപ്പോൾ എന്താ അറിയിച്ചു, വൈറൽ ഫീവർ എല്ലായിടത്തും ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനൊരു 5 ദിവസത്തേക്ക് മരുന്ന് എഴുതാം. അധികം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മരുന്ന് മാറുന്നില്ലെങ്കിൽ, നിങ്ങൾ പനി മാറുന്നില്ലെങ്കിൽ വരൂ, അടുത്ത 5 ദിവസം കഴിഞ്ഞ് വരൂ, ഞാൻ എഴുതിയിട്ടുണ്ട്. പനിക്കുള്ളതും നിങ്ങളെ തലവേദന വരികയാണെങ്കിൽ നിങ്ങൾ ഇതും കൂടി കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് 1, 2, 3 മരുന്ന് എഴുതിയിട്ട് നിങ്ങളുടെ അടുത്ത് തന്നിട്ട് എന്നാൽ ശരി കാണാട്ടോ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞത് കാണാട്ടോ എന്നാ. അയാൾക്ക് അടുത്ത 5 ദിവസം കഴിഞ്ഞ് പൈസ കിട്ടാനുള്ള പരിപാടിയാണ് പറഞ്ഞത്. എന്നാലും നിങ്ങൾ ഹാപ്പിയാണ്. വരുന്നു, പുറത്ത് വരുന്നു, മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അയാൾ എഴുതിയ അതേ കമ്പനിയുടെ മരുന്ന് ആ മെഡിക്കൽ ഷോപ്പിൽ ഇല്ല എന്ന് പറഞ്ഞാലും അതുള്ള ഷോപ്പുകൾ തെപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് അവിടെ പോയി മരുന്ന് കൃത്യമായിട്ട് മേടിച്ച് കഴിച്ച് കൃത്യമായിട്ട് പനി മാറും. എന്നിട്ട് പറയും അയാൾക്ക് നല്ല കൈപ്പുണ്യാണ്. ആണോ? മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളൊരു സെയിൽസ് ഡോക്ടറാണ്. നിങ്ങളുടെ പ്രോഡക്റ്റ് വിൽക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. ഒരു സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുകയും ആ പെയിന് മനസ്സിലാക്കുകയും അതിനുള്ളൊരു സൊല്യൂഷൻ കൊടുക്കുകയും ആ സൊല്യൂഷൻ കൃത്യമായിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ ഉപദേശങ്ങളും സജഷൻസും കൊടുക്കലാണ് നിങ്ങളുടെ പണി. ഇത് പലർക്കും അറിയില്ല. അച്ചാറ് കമ്പനിക്ക് എന്ത് സൊല്യൂഷനാ സാറേ? അച്ചാറ് കമ്പനിക്കും പപ്പടം വെക്കുന്ന എനിക്കും എന്ത് സൊല്യൂഷനാ സാറേ? ഉണ്ട്, ഇല്ലേ? നിരത്തി വെച്ചിട്ട് ഏതെടുത്തോളൂ, ഇതിന് ഇത്ര രൂപ, ഇതിന് ഇത്ര രൂപ, ഇതിന് ഇത്ര രൂപ എന്ന് പറയുന്നതാണോ അച്ചാറ്? അല്ലപ്പ. എനിക്കറിയാം. ഞാൻ എന്തുകൊണ്ടാണ് ഈ അച്ചാറിന്റെ കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് അച്ചാറ് കമ്പനിയാണ്. ഫുഡ് ഓറിയന്റഡ് കമ്പനികളാണ്. കുറച്ച് പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കിയിരിക്കും, വീട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കി വെച്ച് അതങ്ങ് കൊടുക്കല പ്രധാനപ്പെട്ട പണി. ഞാൻ പറയട്ടെ, വളരെ സിമ്പിൾ. ഒരു അച്ചാറ് വാങ്ങാൻ വരുന്നവനോട് നിങ്ങൾക്ക് എരിവ് വേണോ അതോ ചെറുതായിട്ട് പുളിയുള്ളതാണോ വേണ്ടത്? എന്ത് ടൈപ്പ് അച്ചാറാണ് നിങ്ങൾക്ക് ഇഷ്ടം? നാരങ്ങയിൽ തന്നെ 2 ടൈപ്പ് നാരങ്ങ, ഇത് കുറച്ച് എരിവ്, ഇത് കുറച്ച് എരിവ് കൂടുതൽ. നിങ്ങൾക്ക് ആക്ച്വലി എരിവ് നല്ലവണ്ണം വേണ്ട ആളാണോ? അതോ നിങ്ങൾ എന്താണ് ആക്ച്വലി ഒരു അച്ചാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് എവിടേക്ക് കൊണ്ടുപോകാനാണ്? വീട്ടിൽ വേണോ അതോ പുറത്തേക്ക് കൊണ്ടുപോകാനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതൊരു നാരങ്ങ അച്ചാറാണേ. വെജിറ്റേറിയൻ ആണല്ലോ അല്ലേ? ആ നാരങ്ങ അച്ചാറാണ്. ഈ നാരങ്ങയ്ക്ക് സാധാരണ നാരങ്ങ അച്ചാറിനെക്കാട്ട് കുറച്ചും കൂടി എരിവ് ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് വിനാഗിരി കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഇതിൻ്റെ ലൈഫ് കുറച്ച് കുഴപ്പം കിട്ടില്ല. പക്ഷേ ഞാൻ ചെറിയ കുപ്പിയിലാണ് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് കഴിയും. നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുട്ടികൾക്ക് വരെ നിങ്ങൾക്ക് കൊടുക്കാം. എരിവിച്ചിരി ഉണ്ട്, കുട്ടികൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കൊടുക്കുന്ന അച്ചാറ് കമ്പനി
ഏതെടുത്താലും അത് 90 രൂപ, ഇത് 50 രൂപ, ഇത് 80 രൂപ എന്ന് പറയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞ രീതിയിലുള്ളതാണെങ്കിൽ അവർ വീണ്ടും തെരഞ്ഞു വരും, എന്നിട്ട് ചോദിക്കും, അതേ എൻ്റെ മോൻ നാളെ ഗൾഫിലേക്ക് പോവുക, അവന് കൊണ്ടു കൊടുക്കാൻ പറ്റുന്ന ഏതാ ഉള്ളത്, കുറച്ചു കാലം അവന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്താ ഉള്ളത്, ഏത് അച്ചാറാ കൊടുക്കാൻ പറ്റുക, അച്ചാറല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ, ചോദിക്കുവോ? പറയും. അപ്പോൾ ഒരു സാധാരണ അച്ചാറ് പോലും നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ സാധിക്കും, കസ്റ്റമറെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സാധാരണ രീതിയിലേ എന്താ അറിയോ, ഈ സെയിൽസിൽ നടക്കുന്ന മിസ്റ്റേക്കുകൾ എന്താ അറിയോ, ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്താണെന്നറിയോ? ഒന്ന്, നിങ്ങളുടെ സെയിൽസിനൊരു പ്രോസസ് ഇല്ല. കസ്റ്റമർ വരുന്നു, കസ്റ്റമർ ചോദിക്കുന്നു, കസ്റ്റമർ വാങ്ങുന്നു, നിങ്ങളത് വെച്ചിട്ടിരിക്കുന്ന ഒരു പാവ. അവിടെ നിങ്ങൾക്ക് പകരം ആരെ വെച്ചാൽ കച്ചവടം നടക്കും. കസ്റ്റമർ വരുന്നു, കസ്റ്റമർ വാങ്ങുന്നു, കസ്റ്റമർ പോകുന്നു. അവൻ എന്താണ് വേണ്ടത്, ആക്ച്വലി വേണ്ടത് എന്താണോ? ഇനി ഇതൊന്നുമില്ല, കസ്റ്റമർ വരുന്നു, സാധനം നോക്കി കാണുന്നു, നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നു, അവൻ പറയുന്നതോ കേൾക്കാനോ നിൽക്കുന്നില്ല, നിങ്ങൾ അങ്ങ് വറവളാ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കസ്റ്റമർ പറയുന്നു ഞാനൊന്ന് ആലോചിച്ചിട്ട് വരാം. അവിടെ ഒബ്ജക്ഷൻ റേസ് ചെയ്യപ്പെടുന്നു. ചിലപ്പോൾ കസ്റ്റമറോട് നിങ്ങൾ സംസാരിക്കും, പറയും ഇല്ല വേണ്ട, 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 റിജക്ഷൻ വരുന്നു. നോ കുറെ വരുന്നു, റിജക്ഷൻ വരുന്നു, ഇല്ലേ? ഇതിന്റെ അപ്പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, ഇത് ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഇത് ഇന്നത്തെ സെഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. നിങ്ങൾ പലപ്പോഴും പറയുന്നത് ആ പ്രോഡക്റ്റിന്റെ ഫീച്ചറിനെ കുറിച്ചിട്ടാണ്. ആ പ്രൊഡക്റ്റിന്റെ ഫീച്ചറിനെ കുറിച്ചാണ്. എന്താ ഫീച്ചർ? നമ്മുടെ കയ്യിൽ ഇതുണ്ട്, നമ്മുടെ കയ്യിൽ അതുണ്ട്, നമ്മുടെ പ്രോഡക്റ്റിൽ ഇതുണ്ട് എന്ന് പറയുന്നതാ. എന്നാൽ നിങ്ങൾ ശരിക്കും സംസാരിക്കേണ്ടത് ഔട്ട്കമ്മിനെ കുറിച്ചാണ്, അവർക്ക് എന്ത് കിട്ടും എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാനതൊരു 2-3 എക്സാമ്പിളുകൾ വേണമെങ്കിൽ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്ന് പെട്ടെന്ന് പറഞ്ഞ്, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ എങ്ങനെ, എന്താണ് ഫീച്ചർ, എന്താ ഔട്ട്കം എന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം പെട്ടെന്ന്. കമോൺ. സർ, എന്റെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാല് കൗൺസിലിംഗ് ആൻഡ് റെമഡിയൽ ട്രെയിനിങ് ആണ്. ഓക്കെ, കൗൺസിലിംഗ് ആൻഡ് റെമഡിയൽ ട്രെയിനിങ് ആണ്. എന്ത് കൗൺസിലിംഗ്? സൈക്കോളജിക്കൽ ആണല്ലേ, കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആൻഡ് ശരി റെമഡിയൽ. ശരി ശരി. മാഷിദ, എന്റെ ചോദ്യം, ഇപ്പൊ മാഷിദ എങ്ങനെയാണ് സംസാരിക്കുന്ന ഒരു കസ്റ്റമറോട് ഒന്ന് പറഞ്ഞുതരൂ. ഇപ്പൊ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, നിങ്ങളെ കുട്ടിക്ക് ഒരു 45 hours കൊണ്ട് കുട്ടിന്റെ ഒരു ലാംഗ്വേജ് എഴുതാനും വായിക്കാനും പഠിച്ചു തരും. മറ്റേ സ്ഥാപനത്തിലേക്ക് പോകുന്നതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് അവരോട് സംസാരിക്കുന്നത്. പിന്നെ ഒന്നും കൂടി പറയും. ഓ, പിന്നെ എന്തൊക്കെയാണ്? ഞാൻ എന്റെ ലൈഫിൽ എക്സ്പീരിയൻസ് വെച്ചാണ് ഇതിലേക്ക് വന്നത്. കാരണം എന്റെ മകളെയും കൂടി ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത്. എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എന്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിന് കിട്ടണം എന്നുള്ള രീതിക്കാണ് ഇങ്ങനെ സർവീസ് കൊടുക്കുന്നത്. അങ്ങനെയാ പറയും. ശരി മാഷിദ, എനിക്ക് എന്നെ കുറിച്ച് കൂടുതൽ അറിയില്ല, എന്റെ ചോദ്യം ഇതാണ്. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പ്രോഡക്റ്റ് 45 ദിവസം കൊണ്ട് കാര്യങ്ങൾ എന്തോ അല്ലെ, 45 ദിവസം കൊണ്ട് ഒരു ലാംഗ്വേജ് എഴുതാനും വായിക്കാനും കുട്ടീനെ ലാംഗ്വേജ് എഴുതാനും വായിക്കാനും കുട്ടിക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ കുട്ടിക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ അല്ല, ആ രീതിയിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ എത്ര മണിക്കൂറിന്റെ ക്ലാസ് ആണ്? 45 ദിവസത്തെ ക്ലാസ് ആണ് അല്ലെ? അത് വീക്കിലി 2 ക്ലാസ് അല്ലെ 1 ക്ലാസ്? ആ ശരി, അത് 45 ദിവസം, 45 hours ആണ്. 45 hours. ഓക്കെ, 45 മണിക്കൂറിന്റെ ക്ലാസ് ആണ്. ഓക്കെ, 45 മണിക്കൂറിന്റെ ക്ലാസ് ആണ്. വീക്കിലി 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടത് പഠിപ്പിക്കാൻ, അതായത് ഒരു ലാംഗ്വേജ് പഠിക്കാൻ ഉള്ള സംഭവമാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ കുട്ടികൾക്ക്, അങ്ങനല്ലേ? പഠന പ്രയാസമുള്ള കുട്ടിക്ക്, ചില കുട്ടികൾ പഠനപ്രയാസം, അതെ, പഠനപ്രയാസമുള്ള കുട്ടിക്ക് അത് മനസ്സിലാക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ശരി, വളരെ സിമ്പിളാണ്. ഇവിടെ ആരെങ്കിലും അമ്മമാരോ അച്ഛന്മാരോ കുട്ടിക്ക് പഠനപ്രയാസമുള്ള കുട്ടികളുണ്ടോ, ആളുകളുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. സ്വന്തം മക്കൾക്ക് കുറച്ച് പഠനപ്രയാസങ്ങളുണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് ആരെങ്കിലും ഒന്ന് കം ഔട്ട് ചെയ്തേ, ഒന്ന് പുറത്തേക്ക് വന്നേ, ഒന്ന് വാന്നേ, നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ചെറിയ പ്രയാസമുണ്ട്, ഞാനൊരു ഡെമോ ഇടാം. താഹിറ, താഹിറയുടെ മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മോളോ മോനോ? മോളാണ്, 2ാം ക്ലാസ്സില്. മോള് 2ാം ക്ലാസ്സിലാണ് അല്ലേ? അപ്പോൾ മോള് 2ാം ക്ലാസ്സിൽ ഏതാ, ഇംഗ്ലീഷ് മീഡിയം, CBSE? അതെ, CBSE ആണ്. CBSE ആണ്. CBSE ഏത് സ്കൂളിലാ? ഇവിടെ കുന്നക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ്. കുന്നക്കാവിൽ ഹിൽ ടോപ്പിൽ അല്ലേ?
ഓക്കെ. ഉം. ഇപ്പോ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്താ നിങ്ങൾ കാണുന്ന ഒരു പ്രശ്നം? എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? എങ്ങനെ പറയാൻ കാരണം എന്താ? ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാൻ കാരണം എന്താ? ആള് കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഓക്കെ. അറ്റൻഷൻ പെട്ടെന്ന് പോവും. ഒരു ഓ 3 മിനിറ്റിൽ ഉം. കൂടുതലൊന്നും അവൾക്ക് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ കഴിയില്ല, ക്ലാസ് റൂമിലാണെങ്കിലും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ. പഠിക്കാൻ എങ്ങനെയാ? ഏതൊക്കെ സബ്ജക്റ്റ് അവർക്ക് ഇഷ്ടമാണ് കുട്ടിക്ക്? ഇഷ്ടം ആക്ടിവിറ്റിയിലൂടെ പഠിപ്പിക്കുന്നത് എന്തും, അത് ഏത് ടോപ്പിക് ആണെങ്കിലും അവൾ പഠിക്കും. മാത്സ് ഒക്കെ ഇഷ്ടമാണ്. മാത്സ് ഇഷ്ടമാണ്, സയൻസ് ഇഷ്ടമാണോ? സയൻസ് സയൻസ് എന്നുള്ള രൂപത്തിൽ അവർക്കില്ല. എന്താ, ഇപ്പൊ സോഷ്യൽ നിലവിൽ EVS ആണ്. EVS അല്ലെ, ആ, എൻവയോൺമെന്റൽ സയൻസ് അല്ലെ? ആ. എൻവയോൺമെന്റൽ സയൻസ് ഒക്കെ അവർക്ക് ഇഷ്ടമാണോ? അതോ അത് ഇഷ്ടമല്ല. അതില് കൂടുതലും തിയറി ആയിട്ടാണ് ഇപ്പം തിയറിയാണ് വരുന്നത്. വരുന്നത് അല്ലെ? അതെ. ശരി. മലയാളം, ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്നുണ്ട്. ഇംഗ്ലീഷ്, മലയാളം ഉണ്ടോ അവർക്ക്? മലയാളത്തില് കവിതകള് ചൊല്ലും, അതിനിഷ്ടാണ്. അതൊക്കെ അത് പെട്ടെന്ന് ഇഷ്ടമാണ്. പഠിക്കും. അതിങ്ങനെ താളത്തിൽ ചൊല്ലി കൊടുക്കുമ്പോൾ അത് പഠിക്കുന്നുണ്ട് അല്ലെ? ചൊല്ലും. അതെ അതെ. ഓക്കെ. എഴുതാൻ ഇഷ്ടമല്ല, എഴുതാൻ വായിക്കാൻ ഇഷ്ടമല്ല. ഇഷ്ടമല്ല. എഴുതാൻ ഇഷ്ടമല്ല. വായിക്കാനും വായിക്കാൻ ഇഷ്ടമല്ല. ഇഷ്ടമല്ല. ഓക്കെ ഓക്കെ. അല്ല, 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുന്നത് ഈ പറയുന്നത് തെറ്റൊന്നുമല്ല. പിന്നെ ഇപ്പൊ നമ്മുടെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതുപോലുള്ള കുട്ടികൾക്കും ഈ ബുദ്ധിമുട്ടുകൾ, കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള നിൽക്കുന്ന, അല്ലെങ്കിൽ പഠിക്കാനോ എഴുതാനോ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ കുഞ്ഞിനെ ഒരു 10-45 മണിക്കൂറോളം നമുക്ക് വിട്ടുതരുമോ? ആഴ്ചയിൽ 2 വിട്ടു ദിവസം. തരാം. വിട്ടു ആഴ്ചയിൽ തരാൻ ഓക്കെയാണ്. പക്ഷെ സ്ക്രീനിലാണെങ്കിലും അവള് ഒരുപാട് സമയം ഇരിക്കൂല. ക്ലാസ്സിൽ പോലും ഓൺലൈനിൽ ഇരിക്കും. അറ്റൻഡീവ് ആയി ഇരിക്കാത്ത ആളാവുമ്പോൾ ഓൺലൈനിൽ ഇരിക്കാൻ സാധ്യത കുറവാണ്. കുറച്ച് രസകരമായിട്ടുള്ള ക്ലാസ് ഒക്കെ ആണെങ്കിൽ, കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ടാണെങ്കിൽ സംസാരിക്കാനൊക്കെ ഇഷ്ടമുള്ള ആളല്ലേ? അതെ നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ? അതെ. ഓക്കെ. പറ്റുമായിരിക്കും. ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും. ഞാൻ ചോദിച്ചോട്ടെ, താഹിറ ഇതുപോലെ തന്നെ ആയിരുന്നോ ചെറുപ്പത്തിൽ? വല്ല ഉമ്മ ആരെങ്കിലും പറഞ്ഞിരുന്നു അങ്ങനെ? ഞാൻ വലിപ്പത്തിലാണ് അങ്ങനെ ആയത്. ചെറുപ്പത്തില് ചെറുപ്പത്തിൽ വളരെ സൈലന്റ്, വലുപ്പത്തിൽ ഇന്നാ മിക്കവാറും ചിലപ്പോൾ താഹിറ ഇപ്പോഴത്തെ താഹിറെ കണ്ടിട്ടായിരിക്കും ചെയ്യുന്നത്. കുഴപ്പമില്ല, അത് ഞാൻ തമാശ പറഞ്ഞ കേട്ടോ. അതെ, മനസ്സിലായി. നമുക്ക് ആക്ച്വലി നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അതിൽ ഉം. നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ കുട്ടികളുടെ ഈ അറ്റൻഷൻ സ്പാനിന്റെ പ്രശ്നം തന്നെയാണ്. ബേസിക്കലി ഉം. പഠനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പകുതി കാര്യങ്ങൾ, ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ തന്നെ കുറെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും. അതെ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധ കിട്ടാത്തൊരു പ്രോബ്ലം വരുന്നുണ്ടല്ലോ. അതായത് അവർ അതെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കേ അറിയാലോ. ഈ റീലിന്റെ വലുപ്പമാണ് അവരുടെ ശ്രദ്ധ. ഇപ്പോൾ ഒരു 60 അതെ സെക്കൻഡ് റീലാണ്, അവരത് അടുത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, അടുത്ത റീൽ എന്താണെന്നുള്ളേ നോക്കുള്ളൂ. ശരിയല്ലേ? അതെ അതെ. നമ്മുടെ പ്രോഗ്രാം ഇങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ശരിക്കും. ഞാനൊരു ഉം. കാര്യം ചെയ്യാം. താഹിറ, ഞാൻ മാഷിദയെ ഞാൻ പരിചയപ്പെടുത്തരാം. മാഷിദയ്ക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഷിദയുടെ മോളെ ഇതുപോലെയായിരുന്നു. ഉം. ഓക്കെ, ഇതേപോലെയായിരുന്നു. അതിലൊരു റിസൾട്ട് വന്നപ്പോഴാണ് ശരിക്കും ആ കുട്ടി ഭയങ്കര, എന്താ പറയുക, പഠിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞ കുട്ടി ഇപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വളരെ സിമ്പിളാണ്. ആഴ്ചയിൽ 2 ദിവസത്തെ ക്ലാസ്, അങ്ങനെ ഒരു 45 മണിക്കൂർ കൊണ്ട് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ താല്പര്യമില്ലാത്ത എൻവയോൺമെന്റൽ സയൻസ് പോലുള്ള ടോപ്പിക്കുകളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ നമ്മൾ പ്രാപ്തരാക്കി തരാം. മാഷിദ, അത് എത്ര ഫീസ് മാഷിദ? എന്റെ ഒരു ക്ലാസ്സിന് 300 ഫീസ്. 45 ഒരു ക്ലാസ്സിൽ എത്ര മണിക്കൂറാ? 300 1 അവർ. അല്ല, 1 അവർ അല്ലേ? 1 അവർ. അത് ഓക്കെ. സാർ ഇപ്പൊ പറഞ്ഞില്ലേ 2ാം ക്ലാസ്സിൽ ഒരു എത്തിയിട്ട് മിനിറ്റ്, ഒരു മിനിറ്റ്, നമ്മൾ നിക്ക്. വെയിറ്റ്. താഹിറ, യെസ്. നമുക്ക് ഒരു 45 മണിക്കൂർ 50 മണിക്കൂർ സമയമൊക്കെ വേണ്ടി വരും. ഒരു 300 പെർ അവർ ഒക്കെ നമുക്ക് ചെലവാക്കിയാലോ അല്ലേ? കുഞ്ഞിന്റെ കാര്യമല്ലേ? ഓക്കെ. 300 പെർ അത് ഒരു മാസത്തിലപ്പോ എത്ര ക്ലാസ് ഉണ്ടാവുക? ആഴ്ചയിൽ ഒരു 2 അല്ലെങ്കിൽ ക്ലാസ്, ആഴ്ചയിൽ ഒരു 8 ക്ലാസ്, ഒരു ഏകദേശം 2,500 രൂപ ഒരു മാസം ചെലവഴിക്കും. കുഞ്ഞിനൊരു ട്യൂഷൻ കൊടുക്കുന്ന പോലെ കരുതിയാൽ മതി. കുഴപ്പമില്ലല്ലോ. ഒരു 3 മാസം കൊണ്ടൊക്കെ ഏകദേശം നമുക്കത് അങ്ങ് സോൾവ് ചെയ്യാം. ഓക്കെ. അത് എന്തെങ്കിലും മാറ്റങ്ങളോ പ്രശ്നങ്ങളോ തോന്നുന്നില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഞങ്ങളോട് സംസാരിക്കാനുള്ള ഒരു അവസരം തരാം. അപ്പൊ താഹിറയ്ക്ക് ഞാൻ കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഇതില് പ്രോഗ്രസ് ഇല്ലെങ്കിൽ എന്തെങ്കിലും റെമഡി വരുമോ? മീൻസ് പിന്നീട് വളരെ കണ്ടിന്യൂ ആണ്. ഇത് ഇച്ചിരി ക്ഷമ വേണം. ഇതൊന്നും ചെയ്യാതിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ച് നോക്കി. ആ കുഞ്ഞ് 2ാം ക്ലാസ് ആവും, 3ാം ക്ലാസ് ആവും, നമ്മൾക്ക് ടെൻഷനും നമുക്ക് പ്രഷറും നമ്മുടെ പ്രോബ്ലംസും, ഈ കുഞ്ഞിന്റെ പിന്നാലെ നടക്കണം. ഇങ്ങനെയല്ലേ നമ്മുടെ ടെൻഷൻസ്? അതെ അതെ നമ്മൾ നല്ലത് വിചാരിക്കുക, നമ്മൾ അതെ. നമുക്ക് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പകുതി പടച്ചോന്റെ അടുത്ത് തന്നെയാണ് നീ. ഉം.
എന്നിട്ട് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഒരു ദിവസം നമുക്ക് നമ്മുടെ ഇതിന്റെ എക്സ്പേർട്ടിനോടൊന്ന് സംസാരിക്കാൻ അവസരം തരാം. എന്നിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് അത് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ അല്ലേ? നമുക്ക് ഡെമോ കിട്ടുമോ? കുട്ടിയെ ഒരു ദിവസം ഇരുത്തിയിട്ട് അവൾ സംസാരിച്ച് ഇരിക്കോ ഇല്ലേ എന്നുള്ളത് നോക്കാം. നിങ്ങളോടൊന്ന് ആദ്യം സംസാരിച്ച് നോക്കാം. നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് പറ്റുമോ ഇല്ലേ, എന്താണ് കുഞ്ഞിന്റെ പ്രശ്നം ഒക്കെ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ അല്ലേ? യെസ്. മാഷിദ, യെസ്. നീ പറഞ്ഞു. അല്ല, അത് സാർ പറഞ്ഞില്ലേ, ഇപ്പൊ 2ാം ക്ലാസ്സിൽ എത്തിയിട്ടല്ലേ ഉള്ളൂ ഉള്ളൊരു കാര്യം പറഞ്ഞില്ലേ, അവിടെയാണ് പ്രശ്നം വരുന്നത്. കാരണം ഏർലി ഇൻവെൻഷൻ ആണ് ഇതിനുള്ള ഏറ്റവും വലിയ റെമഡി. ഈ ഒരു കുട്ടി 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് 4 കഴിഞ്ഞ് ഓരോ ക്ലാസ് കഴിയുമ്പോഴും പഠനഭാരം കൂടി കൂടി വരും. അപ്പം കുട്ടിക്ക് പഠിക്കാനേ പറ്റൂല. സ്കൂളിൽ ഒന്നും പറയാണ്ട താഹിറ തയ്യാറാണ്. കാരണം എന്താ അറിയോ, ഏർലി ഇൻവെൻഷനും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടെൻഷൻ ആവും കൂടുതലായിട്ട്. സാർ ഇപ്പൊ ഇത് വേറെ രൂപത്തിൽ പറഞ്ഞു ഓൾറെഡി. അതായത് നമ്മൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ പ്രശ്നമാണ്, ഇത് പ്രശ്നമാണെന്നുള്ളത് ഇപ്പൊ തന്നെ നോക്കാം. സാറ് പറഞ്ഞു അത്. ആ രീതിയിൽ പറഞ്ഞില്ലേ? അതെ. ഈ മാഷിദ ഇതിൽ എന്താ സംഭവിക്കുന്ന അറിയോ, സാധാരണ രീതിയിൽ ഇപ്പൊ മാഷിദ ചെയ്യുന്ന കുറച്ചൊക്കെ അങ്ങനെ തന്നെയാണെങ്കിലും ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം, പലപ്പോഴും പലരും ചെയ്യുന്ന ഒരു അബദ്ധം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് 45 മണിക്കൂറിന്റെ ക്ലാസ് ആണുള്ളത്, അതിന് ഏകദേശം വരുന്നത് 300 മണിക്കൂർ 300 റുപ്യ പൈസയാണ്, 300 രൂപയാണ്. അപ്പൊ 300 × 45, ഏകദേശം ഇപ്പോൾ നല്ല വില വരും, നല്ല ചാർജ് വരും. ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞ് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അതൊന്നും വേണ്ട. ഈ പറയുന്ന താഹിറ പോയിട്ട് താഹിറുടെ ഹസ്ബൻഡിനോട് പറയും, അതേ 10-12,000 റുപ്യ ചെലവ്, 12,000 റുപ്യ കൊടുത്തിട്ടൊന്നും കുഞ്ഞിനെ നേരാക്കണ്ട, അപ്പൊ കാര്യമൊന്നുമില്ല, കുഞ്ഞൊക്കെ ശരിയായിക്കോളും എന്നൊരു ഡയലോഗിൽ അവിടെ അങ്ങ് നിൽക്കും. പറയുന്നത് എന്താണ്? നമ്മൾ പറയുന്നത് ഫീച്ചറാ. ആ സമയത്ത് നമ്മൾ പറയുന്നത് പടച്ചോന്റെ അനുഗ്രഹവും നമ്മുടെ അനുഗ്രഹവും ഈ പരിപാടിയും കൂടി ചേർത്ത് നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ ആഗ്രഹവും കൂടെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾ ശരിയാക്കി തരാം, ഞങ്ങളുടെ കുട്ടി ശരിയാവും എന്നാ പറയുന്നത്. അവിടെ ഔട്ട്കമ്മാ സംസാരിക്കുന്നത്, റിസൾട്ടാ സംസാരിക്കുന്നത്. പലപ്പോഴും ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാധനത്തിനെ കുറിച്ച്, നമ്മുടെ കയ്യിൽ പുട്ടുണ്ട്, നമ്മുടെ കയ്യിൽ ഇഡ്ഡലി ഉണ്ട്, ദോശയുണ്ട് എന്നൊക്കെ ഒരു വെയിറ്റർ പറയുന്ന പോലത്തെ ലാഘവത്തിൽ, അതിന് ഇത്ര വില ഇത്ര വില ഇത്ര വില എന്ന് പറയുന്ന ലാഘവത്തിലാണ് പലപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ പറയാറുള്ളത്. നമുക്ക് 3 കോഴ്സ് ഉണ്ട്, 4 കോഴ്സ് ഉണ്ട്, അത്രയുണ്ട് ഇത്രയുണ്ട് എന്നാ പറയാറുള്ളത്. നിങ്ങൾക്ക് എന്ത് കിട്ടും? പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി സാറെ. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് ഞാൻ മുന്നോട്ടേക്ക് വെച്ച്, ഞാൻ ഫസ്റ്റ് ക്ലാസ് ഡൗട്ട് വെച്ചപ്പോ സാർ പറഞ്ഞു നിങ്ങളെ പോലുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കിയെടുക്കാവുന്ന ആ ഒരു പോയിന്റ് എന്റെ മൈൻഡിൽ തട്ടി. ഞാൻ 2 ഫ്രണ്ട്സിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് 3 ആൾക്കും കൂടിയിട്ട് ഇതേപോലെ ഒരു കോഴ്സ് സെറ്റ് ചെയ്തിട്ട് കുറച്ച് ആൾക്കാർ ഇത് പഠിപ്പിച്ച് കൊടുക്കണം. കാരണം വെച്ചാല് എനിക്ക് തോന്നുന്നു ഇത് കുട്ടികളെക്കാളും പാരന്റ്സിനാണ് ഇത് അറിയേണ്ടത്. കാരണം നമ്മൾ ആഴ്ചയിൽ 1-2 ക്ലാസ് എടുക്കുമ്പോൾ ബാക്കി ഡേയ്സ് മൊത്തം പാരന്റ്സ് ആണ് കുട്ടീനെ നോക്കേണ്ടത്. അവരിതിൽ കാണിച്ചിട്ടില്ലെങ്കിൽ റിസൾട്ട് കിട്ടൂല. പക്ഷെ ഇതുവരെക്കും ഞാനൊരു കുട്ടിനെ 45 hours പഠിപ്പിച്ചിട്ടില്ല. അതൊരു മാക്സിമം ടൈം പറയുന്നതാണ്. ഒരു 30 ക്ലാസ് 25 ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്ക് കുട്ടി ഓക്കെ ആവുന്നുണ്ട്. അത് നമുക്ക് ആ കുട്ടി ഏത് രീതിയിലാന്ന് കണ്ടാലല്ലേ പറയാൻ പറ്റൂ. നമ്മളൊരു മാക്സിമം ടൈം പറയാണ് 45 hours. നിങ്ങൾ 45 hours മുതൽ പറയരുത് കേട്ടോ. പറയരുത് അല്ലേ? നമ്മളെ സാറ് പഠിപ്പിക്കുമ്പോ 45 hours പറയുന്നത്. പക്ഷെ ഞാൻ 2.5 വർഷമായി ഞാൻ ഡിസ്ലെക്സിയുള്ള കുട്ടിനെ പോലും ഞാൻ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ 25 hours കൊണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ശരി മാഷിദ, അത് വളരെ സിമ്പിളാണ്. നമ്മൾ അവൻ്റെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയരുത്. അവർ താഹിറയും അല്ലെങ്കിൽ മറ്റുള്ളവരും അവരുടെ കുഞ്ഞിനെ കുറിച്ച് ടെൻഷൻ അടിച്ചോട്ടെ. ആ ടെൻഷന്റെ മുകളിൽ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കരുത്. ഇനി വേറെ ആർക്കെങ്കിലും അവരുടെ ഇത് പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരാളും കൂടി, എന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് വീണ്ടും പോവാം. സമയം പോകുന്നുണ്ട്. എന്നാലും ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം വീഡിയോ ഓഫ് ആക്കിയിട്ട് വാ. എൻ്റെ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ്, ആ പ്രൊഡക്റ്റ് ഒന്ന് വിറ്റ് തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ വിറ്റ് തരാം. നാളെ വന്നിട്ട് എന്നോട് സാറേ എന്ന് പറഞ്ഞിട്ട് ഫോണിൽ കൂടെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കാശ് കാശ് എന്ന് പറയും. പറയൂ. ഞാന് ചുരിദാറാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. ചുരിദാർ, കുർത്തീസ്. കുർത്തീസ്. ഞാൻ ഓൺലൈനിലാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. പിന്നെ എന്റെ മൊബൈലിൽ ഞാൻ സ്റ്റാറ്റസ് വെക്കും. വെറും അത് മാത്രം ഫോട്ടോ വെച്ചിട്ട് അതിലെ താഴത്ത് തമിഴ്നാട് വിത്ത് കേരള വിത്ത് ഷിപ്പിംഗ് അതിന്റെ അമൗണ്ടും കൂടി ഞാൻ മെൻഷൻ ആക്കിയിട്ട് ഡെലിവറി അവൈലബിൾ എന്ന് വെച്ചിട്ട് വെറുതെ ഫാത്തിമ ഒരൊറ്റ സെക്കൻഡ്. ഇവിടെ ഒരു സെയിൽ നടന്നിട്ടുണ്ട്. താഹിറ മാഷിനെ കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാശിന്റെ കമ്മീഷന്റെ അക്കൗണ്ടിൽ കിട്ടില്ലെങ്കിൽ എന്റെ തനി കൂടെ പുറത്തേക്ക് വരും കേട്ടോ. താഹിറയ്ക്ക് ഒരാളെ സെയിലല്ല. ആക്ച്വലി ഞാൻ ബേസിക്കലി ഒരു ടീച്ചറാണ്. ഞാൻ ഈ
അപ്പൊ ഒരു കുട്ടികളെ സെയിലല്ല എഴുത്ത് ഒരുപാട് വായിച്ച് സെയിൽ നടക്കാനുള്ള ചാൻസ് അല്ല, അതില് വേറെ ടൈപ്പ് അല്ലെങ്കിൽ ഒരു അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കൂടെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. യെസ് യെസ് യെസ്, നോ പ്രോബ്ലം. ഞാൻ ജസ്റ്റ് ഒരു സെയിൽസിന്റെ കാര്യം പറഞ്ഞതാ. ഫാത്തിമ പറയൂ, ഫാത്തിമ കണ്ടിന്യൂ ചെയ്യും ഫാത്തിമ. ഇപ്പൊ ഞാന് ഇൻസ്റ്റാഗ്രാമിലെയും ഫേസ്ബുക്കിലെയും ഞാൻ വന്നിട്ട് വീഡിയോ ഇടുന്നേ. അതിൽ ഞാൻ വന്നിട്ട് സലാം പറയും. സലാം പറഞ്ഞിട്ട് കുറച്ച് കളക്ഷൻസ് ഉണ്ട്, ആവശ്യമുള്ളവർ വന്നിട്ട് DM അയക്കുക. ആൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് വിത്ത് ഷിപ്പിംഗ് ആണ്. ഡെലിവറി അവൈലബിൾ ഉണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇത് അങ്ങനെയാണ് ഞാൻ വീഡിയോ ഇടല്. എങ്ങനെയുണ്ട് കച്ചവടം, എങ്ങനെയുണ്ട്? വ്യൂസ് വന്നിട്ട് ഒരു വളരെ കുറവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ്. ഒരു ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ട് ഞാൻ പറയുന്ന ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഫാത്തിമ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ കയ്യിൽ കളക്ഷൻ ഉണ്ട്, എൻ്റെ കയ്യിൽ കുറച്ച് കുർത്തീസ് വന്നിട്ടുണ്ട്, ആ കുർത്തീസ് ഞാൻ നിങ്ങളുടെ സ്ഥലത്തേക്ക് ഡെലിവറി എത്തിച്ചേരാം, അല്ലെങ്കിൽ അങ്ങനെയല്ല, ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട്, ഞങ്ങൾക്ക് ഇത്ര രൂപയാണ് വന്നിരിക്കുന്നത്, നിങ്ങൾ DM ചെയ്യൂ, ഞാൻ അയച്ചു തരാം എന്നല്ലേ? നിങ്ങളുടെ കുർത്തി ഒരു ടൈപ്പ് കുർത്തിയെ കുറിച്ച് പറഞ്ഞേ, ഒരു ടൈപ്പ് കുർത്തിയെ കുറിച്ച് പറഞ്ഞേ. കോട്ടൺ ആണോ? അല്ലേ, അത് ഞാന് അതിന്റെ മെറ്റീരിയൽ ആയിട്ട് ഞാൻ വന്നിട്ട് ഇത് അതിന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനാണ് കൂടുതൽ ശരി, കോട്ടൺ ആണ് കൂടുതലുള്ളത്. ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ DM അയക്കുക. ശരി, ഓക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേ നിങ്ങൾ ഡെയിലി ഓഫീസിൽ പോകുന്ന ആളാണ്, ഡെയിലി വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സുകൾ കുർത്തികൾ ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, എന്നാൽ ഒരുപാട് ബഡ്ജറ്റിലുള്ള ഡ്രസ്സുകൾ വാങ്ങാൻ കാശില്ലാത്തവരാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഭയങ്കര ബോധറാവുകയാണെങ്കിൽ നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയക്കി. നിങ്ങൾക്ക് ഞാൻ കോട്ടണിൽ ഏറ്റവും പുതിയ കളർ കോമ്പിനേഷനുള്ള, ആരാലും ആകർഷിക്കപ്പെടുന്ന, ഇത് ഏതാ എവിടുന്ന വാങ്ങിയ എന്ന രീതിയിൽ ചോദിക്കാൻ പറ്റുന്ന കുറച്ച് എന്താ പറയുക പ്രൊഡക്ട്സുകൾ, അല്ലെങ്കിൽ കുറച്ച് ക്ലോത്തുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഇവിടെ ഇടുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഇടുമ്പോൾ, അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ധരിക്കുന്ന സമയത്ത് ചൂട് പ്രശ്നങ്ങൾ, മറ്റുള്ള ഇഷ്യൂസ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വേനൽക്കാലം അല്ലേ വരാൻ പോകുന്നത്. കോട്ടന്റെ ഡ്രസ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, വളരെ നല്ലതാണ്. അതിന് പറ്റുന്ന ഡ്രസ്സാണ് കേട്ടോ ഇത് എന്ന് പറഞ്ഞിട്ടൊന്ന് ഇട്ടോക്ക്. അല്ലേ, ഞാൻ പറഞ്ഞിട്ടില്ല, ഇനിയും ഞാൻ ട്രൈ ചെയ്യാം. എന്താ അറിയോ, സിമ്പിൾ ഇത്രേ ഉള്ളൂ ഫാത്തിമ. നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ്, അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. അവൻ എന്തിനാണ് ആ വസ്ത്രം ധരിക്കുന്നത്? ഒന്നില്ലെങ്കിൽ ഫാഷൻ, അല്ലെങ്കിൽ അവൻ്റെ സ്റ്റൈല്, അല്ലെങ്കിൽ അവൻ്റെ എന്താ ശാരീരികമായിട്ട് സുഖത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ അന്വേഷിക്കണം, ഇതൊക്കെ വേണ്ടിയിട്ടല്ലേ? അവനൊരു കോൺഫിഡൻസ് കിട്ടണം, ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ? അതങ്ങ് പറഞ്ഞു കൊടുക്ക്. ആർക്കാണ് ഔട്ട്കം പറഞ്ഞു കൊടുക്കുക, ഔട്ട്കം അവൻ എന്ത് കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കുക. ക്ലിയർ? അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്കും കൂടി മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്ക് എന്ത് കിട്ടിയെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? പല ആളുകൾക്കും പല ബിസിനസ്സുകാർക്കും പറ്റുന്ന ഒരു വലിയ അബദ്ധം എന്താണെന്നറിയോ? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ക്ലാരിറ്റി, സെയിൽസിൽ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ക്ലാരിറ്റി പലപ്പോഴും ലഭിക്കാറില്ല. ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ അതെന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്തത് കൊണ്ട്. സെയിൽസ് ആക്ച്വലി ആളുകളുടെ പ്രശ്നം കൊണ്ടല്ല സെയിൽസ് നടക്കാത്തത്, ആ ഒരു പ്രോസസ് ഇല്ലാത്തത് കൊണ്ടാണ് സെയിൽസ് നടക്കാത്തത്. ആളുകളുടെ പ്രശ്നമല്ല, അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളുകൾ. ഇപ്പം ഞാൻ സംസാരിച്ച പോലെ ഫാത്തിമയ്ക്കും സംസാരിക്കാം, താഹിറയ്ക്കും സംസാരിക്കാം, മാഷിദയ്ക്കും സംസാരിക്കാം, വീട്ടിൽ ഇരിക്കുന്ന ആളുകൾക്കും സംസാരിക്കാം. എൻ്റെ രീതി ആവണമെന്നില്ല, കുറച്ചൊക്കെ ലാംഗ്വേജിലോ അല്ലെങ്കിൽ ഇതൊക്കെ വ്യത്യാസം. പക്ഷേ കണ്ടന്റ്, ഔട്ട്കമ്മിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ. അതിന് ഒരുപാട് വർത്തമാനം പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കുറച്ചും കൂടി ഒരു എക്സ്പേർട്ട് ആയതുകൊണ്ട് ഇങ്ങനത്തെ പല കേസുകളും സ്ഥിരമായിട്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ അറിവിൽ വെച്ച് ഞാൻ അങ്ങ് പറഞ്ഞു. നിങ്ങൾക്കും ചെയ്യാമെന്നെ. നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്കല്ല ആർക്കും അറിയാം. നമ്മുടെ ജെയ്സൺ ബായ് ഇവിടെ ഇരിപ്പുണ്ട്. ജെയ്സൺ ബായ്ക്ക് ലെതറിനെ കുറിച്ച് A to Z അറിയാം. അപ്പൊ ജെയ്സൺ ബായെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഡക്റ്റ്, ഒരു ഷൂ വാങ്ങിക്കഴിഞ്ഞാൽ, ലെതറിലൊരു ഷൂ വാങ്ങിക്കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് ഉപയോഗിക്കണം,
ഏത് ലെതറിന്റെ ഉപയോഗിച്ചാലാണ് ഇങ്ങനെ സുഖം കിട്ടുക, അല്ലെങ്കിൽ കാലിന് വേദന ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ എന്തുകൊണ്ടാ എന്ന് പറയണം. ഞാൻ ജെയ്സൺ ഭായിയോട് എപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ജെയ്സൺ ഭായി പയറ്റുന്നുണ്ട്. നമ്മൾ ഒരു ഷൂ സെലക്ട് ചെയ്യുമ്പോൾ, ലെതർ ഷൂ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് ഏറ്റവും വലിയ കൺസിഡറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുന്നത് ഒരു ഷൂവിന്റെ മുകളിലാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 8, 9, 10 മണിക്കൂറൊക്കെ ഷൂസ് ധരിക്കുന്നവരാ. അതേപോലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നല്ല ബെഡ് വേണം എന്നുള്ളത്. നല്ല ഷൂസും നല്ല ബെഡും വേണം. കടന്നുറങ്ങാൻ നന്നായിട്ടൊരു ബെഡ് വേണം, കാല് നടക്കാൻ നല്ലൊരു ഷൂ വേണം. അപ്പൊ ആ ഷൂ ലെതറിന്റെ ആണെങ്കിൽ, നിങ്ങളുടെ കാലിന് കംഫർട്ട് ആണെങ്കിൽ, ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടത്. ജെയ്സൺ ഭായി വന്നിട്ട് പറയാ, ഇതേ മറ്റേ പാമ്പിന്റെ തോലാണ്, ഇത് മുതലയുടെ തോലാണ്, ഇത് മറ്റേ പശുവിന്റെ തോലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഈ ജെയ്സനോട് സംസാരിക്കണ വരെ ഇത് പശുവിന്റെ ആണോ മറ്റേ പോത്തിന്റെ ആണോ എരുമയുടെ ആണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. പലതരത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ലൂയിസ് വുഡ്സിൽ കാലിക്കറ്റ് പോയപ്പോൾ അദ്ദേഹം എടുത്തിട്ട് കുറേ ലെതറിനെ കുറിച്ചിട്ട് കഥ പറഞ്ഞു തന്നു. ഞാനിതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുക എന്നല്ലാതെ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഒന്നറിയാം, എന്ത്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 8 മണിക്കൂറും 10 മണിക്കൂറും ക്ലാസ് എടുക്കുമ്പോൾ കാല് വേദനിക്കരുത്. വൈകുന്നേരം പരിപാടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പിന്നെ കാല് വേദനയെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. അതിനെന്ത് ചെയ്യും? അതിന് പറ്റിയ നല്ല ഷൂ ഉണ്ടോ? അതെന്റെ ചോദ്യമുള്ളൂ. ഒപ്പം കൺസിഡറേഷൻ ഉണ്ട്, കാശ്, പ്രൈസ്. അപ്പൊ ജെയ്സൺ പറയാണ്, കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ഷൂ അങ്ങ് എടുക്കാം. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഷൂസ് ജെയ്സൺ തന്നതാണ്, ഈ ഇരിക്കുന്ന പേഴ്സ് എനിക്ക് ജെയ്സൺ തന്നതാണ്, കാശ് കൊടുത്ത് വാങ്ങിയതാണ്. ഇത്രേ ഉള്ളൂ. ദാറ്റ്സ് കോൾഡ് ഔട്ട്കം. ദാറ്റ്സ് കോൾഡ് ഔട്ട്കം. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? അപ്പൊ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. സെയിൽസിനൊരു പ്രോസസ് ഉണ്ട്. ഒരു കസ്റ്റമർ, ഒരു ലീഡ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ക്ലോസ് ആവുന്നവർ ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സ് അറിയാത്തത് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന പലർക്കും സെല് ചെയ്യാൻ പറ്റാത്തത്. ഈ പറയുന്ന ഇപ്പൊ ഞാൻ ഇത്രയും നേരം കഥ പറഞ്ഞില്ല, ഔട്ട്കം വേണം, ഫീച്ചർ അല്ല എന്ന്. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ആസ് എ കസ്റ്റമർ നിങ്ങൾ ഒരു സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടുന്നുണ്ടെന്നല്ല. ഇതാ നമ്മുടെ നാസർ ഭായി വന്നിട്ടുണ്ട്, KM നാസർ സാർ. അതെ, ആദ്യമേ ഒരു കൺഗ്രാജുലേഷൻസ്. മറ്റേ റെക്കോർഡൊക്കെ എന്താ വേൾഡ് റെക്കോർഡ് ബുക്കിലൊക്കെ പേര് വന്നതിൻ്റെ ഒരു കൺഗ്രാജുലേഷൻ. ഞാൻ വിളിക്കണം കരുതിയതാ, വിട്ടുപോയതാ. ഓക്കെ നാസർ സാറേ, നമസ്കാരം. ഒരു മിനിറ്റ് അൺമ്യൂട്ട് ചെയ്തരാം. പറയൂ നാസറേ. അത് കിട്ടുന്നില്ലല്ലോ. എങ്ങനെ സാറേ കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്. എന്റെ മൂട്ടായി പോയി. മൂട്ടാണ്? ഇല്ല, മ്യൂട്ടല്ല. മൂട്ടല്ലേ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഞാനൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നേ. വേൾഡ് ബുക്സ് ഓഫ് റെക്കോർഡ്സിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആലപ്പുഴയിലും നടന്നൊരു പ്രോഗ്രാമിൽ. അതിനകത്താണ് വേൾഡ് ബുക്സ് ഓഫ് റെക്കോർഡ്സ് കിട്ടിയത്. ഇന്നാണ് അതിന്റെ ഒരു പോസ്റ്റ്, സാറിന്റെ പോസ്റ്റ് ഇന്ന് കണ്ടതല്ലേ? ഓക്കെ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എല്ലാവിധ സപ്പോർട്ടും സാറിന്റെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഡെഫിനറ്റ്ലി. വളരെ സിമ്പിൾ ആണ്. ഇവിടെ എന്താ നാസർ സാർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. മറ്റുള്ളവരോടാണ് ഞാൻ പറയുന്നത്. നാസർ സാർ ആളുകളെ പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിക്കല്ല, ആളുകൾക്ക് കോൺഫിഡൻസ് കൊടുക്കുകയാണ് സംസാരിക്കാൻ. കാരണം ഇന്ന് നമ്മുടെ ബിസിനസ്സുകാർക്കിടയിൽ, ആളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വേണ്ട സാധനം 4 ആളുകളോട് നിന്ന് സംസാരിക്കാനുള്ള കഴിവാണ്. ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്നവനാണ് ഏറ്റവും നന്നായിട്ട് ബിസിനസ് നടത്താൻ പറ്റുക. അത് നാസർ സാർ കൊടുക്കുന്നുണ്ട്, കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് കൊടുക്കലാണ് ശരിക്കും നാസർ സാറുടെ പ്രോഡക്റ്റിന്റെ, കേരള സ്പീച്ച് ഫൗണ്ടേഷന്റെ ഔട്ട്കം എന്ന് പറയുന്നത്. പല തരത്തിലുള്ള കോഴ്സുകളുണ്ട്, ഞാൻ വൺ ഓഫ് ദ കോഴ്സ് പറഞ്ഞതാണ്. ഇതുപോലെയാണ് നമ്മൾ പറയേണ്ടത്, ഔട്ട്കമ്മിനെ കുറിച്ചിട്ടാണ്. നാസർ സാർ അവിടെ എന്ത് ചെയ്തു എന്നല്ല, അവസാനം അദ്ദേഹത്തിന് അവാർഡ് കിട്ടി എന്നുള്ളതിലാണ് എല്ലാവരും ശ്രദ്ധിക്കുക. നാസർ സാറ് സന്തോഷം അതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതല്ല, ഞാൻ പറഞ്ഞിത്രേ ഉള്ളൂ. ഇറ്റ്സ് എ പ്രോസസ്. ഒരു ലീഡ് വരുന്ന സമയം മുതൽ അത് ക്ലോസ് ചെയ്യുന്ന സമയം വരെയുള്ള പ്രോസസ്സാണ് സെയിൽസ്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ പലപ്പോഴും പരസ്യം കൊടുക്കുന്ന ആളാണ്. പരസ്യം കൊടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് ലീഡുകൾ വരും. നിങ്ങൾ പലരും എൻ്റെ മെസ്സേജുകൾ വരുന്നുണ്ട്. ഒരുപാട് കാലം ഞാൻ തന്നെയാണ്, ഇപ്പം എൻ്റെ ടീമൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, ഒരു വട്ടം സംസാരിക്കുമ്പോഴേ പ്രശ്നങ്ങൾ പറഞ്ഞു വരുന്ന ആളുകളുണ്ട്.
രണ്ടാമത്തെ മൂന്നാമത്തെ മെസ്സേജ് അയക്കുമ്പോഴേ പ്രശ്നങ്ങൾ, അവരുടെ സൊല്യൂഷൻ അവർ എൻ്റെ ക്ലാസ്സിൽ വന്ന് അറ്റൻഡ് ചെയ്യാറുണ്ട്. 10-15 മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും റിപ്ലൈ ചെയ്യാത്തവരുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ മെസ്സേജ് അയക്കൽ ഞാൻ നിർത്താറില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എൻ്റെ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്തിട്ടൊരു ലീഡായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് അവൻ്റെ ഉള്ളിൽ ആ സമയത്തെങ്കിലും എന്തോ ഒരു പ്രശ്നം, ബിസിനസ്സിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചിലപ്പോൾ അത് ഉണ്ടായിരിക്കില്ല, പക്ഷെ നാളെ അത് ഉണ്ടാവാം വീണ്ടും. അതിന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ കണ്ടിന്യൂസ് ഓരോ മെസ്സേജുകൾ, നിങ്ങളുടെ ബിസിനസ് സ്റ്റക്കാണോ, നിങ്ങളുടെ ബിസിനസ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണോ, നിങ്ങൾക്ക് സെയിൽസിൽ ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള ഇങ്ങനെ മെസ്സേജുകൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ, ആ ചിന്തിച്ചിരിക്കുന്ന സുപ്രഭാതത്തിൽ അവിടെ ശ്രീജിത്ത് കേസറുടെ തല, ശ്രീജിത്ത് കേസറുടെ ഫിഗർ വരുമ്പോൾ ഇന്നതൊന്ന് നോക്കാം, അയക്കും. അയച്ചു കഴിഞ്ഞാൽ അവിടെ ഞാൻ എൻ്റെ സൊല്യൂഷൻ കൊടുക്കും, സൊല്യൂഷൻ പറയും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിൽ തന്നെ എത്രയോ പേരുടെ നമ്പർ ഞാൻ പലവട്ടം ഇതിൻ്റെ മുമ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എത്രയോ വട്ടം പലരും അന്നൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഇന്ന് വന്നിരിക്കുന്നുണ്ട്. ഈ 3 ദിവസമായിട്ട് എൻ്റെ ഒപ്പം മുന്നേ വന്നിരിക്കുന്നുണ്ട്. എന്നാൽ നാസർ സാറെ പോലെ, ജെയ്സിനെ പോലെ എല്ലാ പരിപാടിക്ക് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഇതിൻ്റെ ഒപ്പം. ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. എല്ലാം ഉണ്ട്. കാരണം എന്താ? മൈ ജോബ് ഈസ് ടു ഗിവ് ദം സൊല്യൂഷൻസ്. ജെയ്സൺ എല്ലാ ദിവസവും രാവിലത്തെ ക്ലാസ് കയറുന്ന ആളാ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജെയ്സൺ പലവട്ടം കേട്ടതാ. പക്ഷെ ഇന്നും ഒരു പോയിന്റ് ജെയ്സന് കിട്ടിയിട്ടുണ്ടാവും, കിട്ടും ഈ പരിപാടി കഴിയുമ്പോഴേക്കാ. ബിജു സാർക്കും കിട്ടും, നാസർ സാർക്കും കിട്ടും. നാസർ സാറ് ഞാൻ കേരളത്തിൽ കിടന്ന് കളിക്കുന്നുണ്ടെങ്കിൽ നാസർ സാറ് ഗൾഫിൽ പോയിട്ട് ഇതേ പരിപാടി ചെയ്യുന്ന ആളാ. പക്ഷെ നാസർ സാർക്കും കിട്ടും, നാസർ സാറെ ക്ലാസ് അറ്റൻഡ് എനിക്കും കിട്ടും. അതങ്ങനെയാണ്. സോ അതാണ് എൻ്റെ പരിപാടി. എന്താ? സൊല്യൂഷൻ കൊടുക്കുക. എപ്പോഴെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കുക, അതെ ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് ഓർമ്മിപ്പിക്കലായിരിക്കണം. സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് കൺഫ്യൂസിങ് ദ പീപ്പിൾ, ഇറ്റ് ഈസ് നോട്ട് ഈവൻ കൺവിൻസിങ് ദ പീപ്പിൾ. കൺവിൻസിങ്ങും അല്ല, കൺഫ്യൂസിങ്ങും അല്ല, പ്രൊവൈഡിങ് സൊല്യൂഷൻ ടു ദെയർ പ്രോബ്ലംസ്. കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? അവൻ പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുന്നേ മറ്റേ ഡയലോഗ് അടിക്കും, ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്, ഞാനൊന്ന് ആലോചിക്കട്ടെ, ലെറ്റ് മീ കം ബാക്ക്, ഞാനൊന്ന് നോക്കിയിട്ട് വിളിക്കാം, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറയും. അതെന്തുകൊണ്ടറിയോ? അതിനേക്കാണ് നമ്മൾ വിളിക്കുന്നത് സെയിൽസിൽ ഒബ്ജക്ഷൻ. ഈ ഒബ്ജക്ഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? വളരെ സിമ്പിളാണ്. നമ്മൾ പറയുന്ന കാര്യത്തിൽ ഹി ഗോട്ട് കൺഫ്യൂസ്ഡ്. ഈ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അവൻ പറയും ഞാനൊന്ന് ആലോചിക്കട്ടെ. അതോടുകൂടി ബിസിനസ്സുകാരനായ നമ്മുടെ മൈൻഡ് പോയി. കാരണം ഇനി നമുക്കറിയാം ഇവൻ ആലോചിക്കാൻ പോയാൽ വിളിച്ചാൽ ഫോൺ എടുക്കൂല എന്നുള്ളത്. ഇവൻ ഇനി വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ഇവൻ പലപ്പോഴും വരില്ല. അല്ലെങ്കിൽ അവൻ അപ്പുറത്തെ ഷോപ്പിൽ പോയിട്ട് ഇതിന്റെ റേറ്റ് ക്രോസ് ചെക്ക് ചെയ്യും. അത് ചിലപ്പോൾ നമ്മുടെ റേറ്റ് 2 രൂപ കൂടുതൽ, 10 രൂപ കൂടുതലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ വെരി സിമ്പിൾ, യുവർ ജോബ് ഈസ് ടു മേക്ക് ദം ബൈ. അവരെ കൊണ്ട്, കസ്റ്റമറെ കൊണ്ട് വാങ്ങിപ്പിക്കുക. കസ്റ്റമറെ കൊണ്ട് വാങ്ങിപ്പിക്കണം എന്ത് ചെയ്യണം? യു മസ്റ്റ് ഹാവ് എ പ്രോസസ്. എന്താ ഒരു കസ്റ്റമർ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങുന്നതിനുള്ള കാരണം? അതിനൊരു പ്രോസസ് എന്താണ്? ഒറ്റ സെക്കൻഡ് ഞാൻ അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ സ്ക്രീന് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? യെസ്. അപ്പോ ഒരു റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു പ്രോസസ്സാണ് നമ്മൾ സെയിൽസിൽ സെറ്റ് ചെയ്യേണ്ടത്. അത് ഒരു കസ്റ്റമറോട് നിങ്ങളൊരു കാര്യം പറയുന്ന സമയത്ത് അവൻ ആദ്യം ഉണ്ടാവുന്നത് ഇൻട്രസ്റ്റ് ആണ്. താല്പര്യം. രണ്ടാമത്തത്, അവൻ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യും, മനസ്സിലാക്കും. മൂന്നാമത്തത്, അവന് നിങ്ങളുടെ മുകളിൽ ട്രസ്റ്റ് വരും. നാലാമത്തത്, അവൻ ഡിസിഷൻ എടുക്കും. ഇൻട്രസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ്, ട്രസ്റ്റ്, ദെൻ ഡിസിഷൻ. ഇതിങ്ങനൊരു പ്രോസസ്സാണ്. ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം തൊട്ട് ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ശ്രീജിത്ത് സാറുടെ അടുത്ത ഏതെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇനി മുതൽ ഞാൻ സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് ഡിസിഷൻ എടുത്ത ആളുകൾ ഇവിടെ ഉണ്ടാവാം. ഇമ്മീഡിയറ്റ് ഡിസിഷൻ എടുത്ത ആളുണ്ടാവാം. ചില ആളുകൾക്ക്
ഇയാൾ കൊള്ളാട്ടോ, ഇയാളുടെ വിശ്വാസം, ഇയാൾ കൊള്ളാം, നല്ലതാ എന്ന് ചിന്തിക്കുന്ന ട്രസ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, വിശ്വാസം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ചിലർക്ക് എന്നെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവാം, ചിലർക്ക് എന്നിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം, ചിലർക്ക് ഇത് ക്ലാസ് ജസ്റ്റ് കൊള്ളാം, നോക്കാം, നാളത്തെയും മറ്റന്നാളത്തെയും കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനമെടുക്കാം, വേണോ വേണ്ടയോ അതോ നിർത്തണോ എന്നുള്ളത്. ഇങ്ങനൊരു താല്പര്യം വരാം. എൻ്റെ ജോലി എന്താണെന്നറിയോ? ഈ പറയുന്ന ഇൻട്രസ്റ്റിൽ നിൽക്കുന്ന ഒരാളെ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് അറിയാവുന്ന ഒരാളെ ഇൻട്രസ്റ്റിലേക്ക് കൊണ്ടുവരിക, താല്പര്യത്തിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം എന്ത് ചെയ്യണം? അവനെ എന്നെക്കുറിച്ച് മനസ്സിലാക്കുക, എൻ്റെ ക്ലാസ്സിനെ കുറിച്ച്, എൻ്റെ സ്വഭാവത്തിനെ കുറിച്ച്, എൻ്റെ ഒരു പ്രോസസ്സിനെ കുറിച്ച് മനസ്സിലാക്കുക. ദെൻ അവൻ്റെ ഉള്ളിലൊരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, എൻ്റെ ഡിസിഷൻ എടുക്കുക. ഐ ആം ഡാം ഷുവർ എൻ്റെ ക്ലാസ്സിൽ റിപ്പീറ്റബിൾ ആയിട്ട് വരുന്ന എല്ലാവർക്കും എൻ്റെ മുകളിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് അവർ ആ തീരുമാനം എടുക്കുന്നത്. ഐ വിൽ അറ്റൻഡ് ദ കോൾ. അല്ലാണ്ട് ജെയ്സന് വേറെ പണിയില്ലാണ്ടല്ല, ജെയ്സൺ ഇപ്പം ഇരിക്കുന്ന ട്രെയിനിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജെയ്സൺ രാവിലെ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കും കോഴിക്കോട്ട് നിന്ന് തൃശ്ശൂർക്കും വരുമ്പോൾ ട്രെയിനിൽ ഇരുന്നിട്ട് മനസമാധാനമായിട്ടിരുന്ന് ഉറങ്ങേണ്ട ജെയ്സൺ രാത്രി 8:30 മണിക്കിരുന്ന് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ പണിയില്ലാട്ടല്ല ബിജു സാർക്ക് 4 കേസ് പഠിച്ചാൽ നാളെ 40,000 50,000 മേടിക്കാനുള്ള ആളാണ്. പക്ഷേ ഇതിൽ കാര്യമുണ്ടെന്ന് ചിന്തിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്, ആ ഡിസിഷൻ എടുക്കുന്നത്. ഇത് നിങ്ങളുടെയിലും ഇത് തന്നെയാണ്. ഈ ഒരു പ്രോസസ്സ് നിങ്ങളുടെ സെയിൽസിൽ സെറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, യെസ്, ഇതെങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സിമ്പിൾ സെയിൽസ് ഫണൽ അല്ലെങ്കിൽ ഒരു സിമ്പിൾ സെയിൽസ് എൻജിൻ ഞാൻ പരിചയപ്പെടുത്തരാം. എഴുതി വെച്ചോട്ടോ. ഇത് ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്നോട് പറ, അതിനുള്ള സൊല്യൂഷൻ ഞാൻ തരാം. പക്ഷെ ഇത് എഴുതി വെച്ചിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ദിസ് ഇസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് ഇൻ സെയിൽസ്. വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ്. അതിൽ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡ്. ഈ ലീഡിനെ നമ്മൾ എന്ത് ചെയ്യും? കണക്ട് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്കവർ, കസ്റ്റമറെ ഡിസ്കവർ ചെയ്യും. 4മത്തത് പ്രസന്റ് ആണ്, നമ്മളുടെ പ്രോഡക്റ്റിനെ നമ്മൾ പ്രസന്റ് ചെയ്യും. 5മത്തത് ക്ലോസ്. ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. ലീഡ്, കണക്ട്, ഡിസ്കവർ, പ്രസന്റ്, ക്ലോസ്. ഏത് സെയിൽസും ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സെയിൽസ് എഞ്ചിൻ. ഇതാണ് പ്രോസസ്. ഇനി ഇതിൽ എങ്ങനെയാണ് ഈ ഓരോ പറയുന്ന കാര്യങ്ങളും വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ, സെയിൽസ് ഈസ് നോട്ട് എ മാജിക്, ഇറ്റ്സ് എ മൂവ്മെന്റ് ഫ്രം ദ ലീഡ് ടു ദ ക്ലോസ്. ഒരു മൂവ്മെന്റ് ആണ് സെയിൽസ്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. കണക്ട് എന്ന് പറയുന്ന കാര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കണക്ട് എന്താണ്? കണക്ട് വെച്ച് കഴിഞ്ഞാൽ ആളെ നമ്മൾ കണക്ട് ചെയ്യുന്നു. ഷെബിന് ഓർമ്മയുണ്ടോ? ഞാൻ വന്ന് നിങ്ങളെ എല്ലാവരും കംഫർട്ട് ആക്കിയതിന് ശേഷമാണ് എൻ്റെ ക്ലാസ്സുകൾ തുടങ്ങാറുള്ളത്, ആണോ? അല്ലേ? അല്ലെങ്കിൽ ഷെബിൻ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തോന്നില്ല. ഷെബിന്റെ ഉള്ളിലിരിക്കുന്ന ചോദ്യങ്ങളോ ഷെബിന്റെ ഉള്ളിൽ ഡൗട്ട്സുകളോ എൻ്റെ മുന്നിലേക്ക് വരില്ല. ഞാൻ നിങ്ങളെ വളരെ കംഫർട്ടാക്കി, ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കാനും ആളുകളുടെ ചോദ്യങ്ങൾ കേൾക്കാനും ആളുകളുടെ ഉത്തരങ്ങൾ കേൾക്കാനും. സാധാരണ ട്രെയിനേഴ്സ് ഒന്നും ഇതിന് നിൽക്കില്ല. അവരുടെ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഒറ്റ അടിയാണ്. ആ അടിയുടെ അവസാനം എന്ത് ചെയ്യും? ഞങ്ങളുടെ അടുത്ത പരിപാടിക്ക് ഇത്ര രൂപയാണെന്ന് പറയും, അല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നു? ഐ വിൽ മേക്ക് യു കംഫർട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളെ കംഫർട്ട് ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ടെങ്കിൽ പറയൂ. അപ്പോൾ ഇനീഷ്യലി അവനോട്ടൊരു ബന്ധം വരും. ബിനീഷേ, എവിടെയാ ബിനീഷിന്റെ വീട്? എവിടെയാ? ഞാൻ പുതിമുഖാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. ആലപ്പുഴ. എന്താ പരിപാടി? ഞാനൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാണ്. എന്തിന്റെ കുറിച്ച് സ്റ്റാർട്ടപ്പ്? എന്താ സ്റ്റാർട്ടപ്പ്? അതൊരു AI ബേസ്ഡ് പ്രോഡക്റ്റ് ആണ്. എത്ര വയസ്സുണ്ട് ബിനീഷിന്? വളരെ ചെറുപ്പമായിട്ട് തോന്നുന്നുണ്ട്. 22. എനിക്ക് വളരെ ചെറുപ്പമായിട്ടുള്ള ആളാന്ന് എനിക്ക് തോന്നി. എനിക്കുണ്ട് കേട്ടോ ഒരു കമ്പനി, ഒരു സോഫ്റ്റ്വെയർ കമ്പനി. അതിന്റെ എന്താ പറയാ, CEO 19 വയസ്സുകാരനാണ്. എനിക്ക് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. ജെൻസിക്കാരെ ഭയങ്കര സംഭവമാണ്. നിങ്ങൾ എന്താ സംഭവം? അത് ഒരു പേഴ്സണലൈസ്ഡ് ലേണിംഗ് ആണ്.
വീഡിയോ ജനറേഷൻ മോഡൽ വെച്ചിട്ട് എങ്ങനെ എങ്ങനെ മനസ്സിലായില്ല. ഓക്കെ. Clear ആയി. ആക്ച്വലി ഒരു പേഴ്സണലൈസ്ഡ് ലേണിംഗ് ഓപ്ഷനാണ് കൊടുക്കുന്നത്. അതൊരു Okay. ഇപ്പോൾ റിസർച്ച് ബേസ്ഡ് പ്രോജക്റ്റ് ആണ് ഇത്. ബിൽഡ് ചെയ്യാൻ കുറച്ച് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ഞാനത് അതിൻ്റെ ഒരു റിസർച്ച് പേപ്പർ ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന്റെ പിന്നീട് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കുന്നതാണോ? എന്നെ ഒന്ന് കണക്ട് ചെയ്യണം കുറച്ച് കേട്ടോ. ടഫാണ് ഇത്. എന്നെ ഒന്ന് കണക്ട് ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാം, കേൾക്കാം എന്താ സംഭവം എന്നൊക്കെ. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്ത് തരാം. ഓക്കെ. അല്ലേ? ആൾറെഡി കുറെ കണക്ഷൻസ് ഉണ്ട്. ഞാൻ കുറെ പേര് കണക്ട് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടി. വെരി ഗുഡ്. എന്നെ കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂ. വല്ലതും കിട്ടിയാൽ ബിനീഷിനെ കിട്ടിയില്ലെങ്കിൽ എനിക്കെങ്കിലും എന്തെങ്കിലും കിട്ടുമല്ലോ. ഓക്കെ. പറ്റി നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഭാഗം ചെയ്തു തരാം. ഓക്കെ. ബാംഗ്ലൂരിലൊക്കെ നമുക്ക് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പോലത്തെ എന്തെങ്കിലുമൊക്കെ കണക്ഷൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാം. ദിസ് ഈസ് കോൾഡ് കണക്ട്. ഓക്കെ. ദിസ് ഈസ് കോൾഡ് കണക്ട്. I'll do that. ആദ്യമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ? തോന്നിയായിരുന്നോ അങ്ങനെ? അതെ. ആദ്യമായിട്ടാണ് തോന്നിയിരുന്നോ? അതെ. വളരെ സിമ്പിളാണ്. വി ഹാവ് ടു മേക്ക് എ കണക്ട് വിത്ത് അവർ കസ്റ്റമർ. നമ്മുടെ കസ്റ്റമറെ നമ്മൾ കംഫേർട്ട് ആക്കിയിട്ട് അവനെ നമ്മോടൊപ്പം കൊണ്ടുപോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. അവനോട് ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ അവനോട് പെർമിഷൻ എടുക്കുക, അല്ലെങ്കിൽ അവനെ കൊണ്ട് അവൻ്റെ പ്രശ്നങ്ങൾ, ബേസിക് ലെവൽ പ്രശ്നം എന്താണ്, അവന് നിന്നോട് എന്താണ് പറയാനുള്ളത് എന്ന് നന്നായിട്ട് ലിസൺ ചെയ്യുക, കേൾക്കുക. ദിസ് ഇസ് കോൾഡ് കണക്ട്. വൺസ് യു കണക്ട് ദ പീപ്പിൾ, ദെൻ യു അണ്ടർസ്റ്റാൻഡ് ഓർ ഡിസ്കവർ യുവർ പീപ്പിൾ, കസ്റ്റമർ. അതിനെന്താ ചെയ്യുക? ഡിസ്കവർ ചെയ്യാൻ എന്ത് ചെയ്യുക? അവൻ്റെ പെയിൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അവൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ്, അവന് തിരക്കുണ്ടോ അല്ലെങ്കിൽ അർജൻസി ഉണ്ടോ, അവൻ എത്രത്തോളം തിരക്കുണ്ട്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണ്, അവൻ എന്താണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്, ഇത് മനസ്സിലാക്കണം. ഞാൻ താഹിറോട് സംസാരിച്ചപ്പോൾ എന്താ ചെയ്തത്? അണ്ടർസ്റ്റാൻഡ് ചെയ്തു. എന്താ താഹിറുടെ പ്രശ്നം എന്ന് താഹിറോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ ഉണ്ടായത്? കുറേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആയിരുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ താഹിർ ഓപ്പണായി. എൻ്റെ കൊച്ചിന് കുറച്ച് ഹൈപ്പർ ആക്റ്റീവാണ്, 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഈ ബാക്കിയുള്ള കോഴ്സും പ്രശ്നമൊന്നുമില്ല, സബ്ജക്റ്റ് ഈ ചില തിയറി സബ്ജക്റ്റുകളാണ് പ്രശ്നം, ആ കുട്ടി അറ്റൻഷൻ സ്പാൻ ഇച്ചിരി കുറവാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാൻ സംസാരിച്ചത് 3ാമത്തെ പോയിന്റ്, ദാറ്റ് ഈസ് കോൾഡ് പ്രസന്റേഷൻ. എന്താ പ്രസന്റേഷൻ? താഹിറ ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളെ അതേപടി ഞാൻ എടുത്ത് അതിനുള്ള സൊല്യൂഷനായിട്ടാണ് ഞാൻ നമ്മുടെ മറ്റേ ആളുടെ പേര് ഞാൻ വിട്ടുപോയി, മാഷിദ അല്ലെ, മാഷിദയുടെ പ്രോഡക്റ്റിനെ ഞാൻ അവതരിപ്പിച്ചത്. ദാറ്റ്സ് ദ തേർഡ് സ്റ്റെപ്പ്. യു പ്രസന്റ് ദം. 4ാമത്തെ സ്റ്റെപ്പാണ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ്സായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് എന്നാ പ്രൊഡക്റ്റ് എടുക്കല്ലേ എന്ന് ചോദിക്കല. നമ്മൾ പ്രസന്റേഷൻ വരെ നമ്മൾ നല്ല നന്നായിട്ട് തിളങ്ങും, പൊളിക്കും. നമ്മൾ ഷെബിനെ സെറ്റാണ്, നമ്മളങ്ങനെ അടിപൊളിയായിട്ട് പറയും എല്ലാ കാര്യം. കാരണം കോൺഫിഡൻ്റാണ്, നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. പക്ഷെ ആള് വാങ്ങുമോ? ഇയാൾക്ക് ഇപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമോ? നമ്മളെ കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷനിൽ അവിടെ ഇരിക്കുന്നവൻ, അപ്പുറത്തിരിക്കുന്ന കസ്റ്റമർ, അതിലും വലിയ കൺഫ്യൂഷൻ. കഥ മൂവാം. കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ചോദിക്കണമെന്നേ. നിങ്ങൾ അവൻ്റെ ഔട്ട്കം എന്താണെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് അവന് കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കണം. നിങ്ങൾ ഇത്ര നേരം പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ ഇതിനുള്ള സൊല്യൂഷൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. there is an irresistible offer from me. ഒരു ഓഫർ ഉണ്ട്, ഈ ഓഫറും കൂടി ഞങ്ങൾക്ക് തരാം, നമുക്കൊരു തീരുമാനമാക്കല്ലേ എന്ന് ചോദിക്കണം. ഞാൻ ഒറ്റപ്പാലംകാരനാണ്. ബേസിക്കലി ഒറ്റപ്പാലം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഞങ്ങളുടെ അടുത്താണ് വാണിയംകുളം ചന്ത, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കാലിച്ചന്തയാണ്. അവിടെ കച്ചവടം ഉറപ്പിക്കുന്ന ഒരു തോർത്തുമുണ്ട് വിദ്യയുണ്ട്. തോർത്തുമുണ്ട് പൊത്തിയിട്ടാണ്, ആരെങ്കിലുമൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരെ ഉണ്ടാവും, തോർത്തുമുണ്ട് പൊത്തിയിട്ടാണ് ഒരു റേറ്റ് പറയും, ആ റേറ്റ് പറയും, ഈ റേറ്റ് പറയും, ഈ റേറ്റ്, അവസാനം ഒരു തോർത്തുമുണ്ട് പൊത്തലുണ്ട്. അങ്ങോട്ട് കൈ പിടിച്ച് ഏൽപ്പിച്ചിട്ട് ഷെയ്ക്ക് ഹാൻഡ് ക്ലോസിങ് മെത്തേഡ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും, സെയിൽസ് ക്ലോസിങ് മെത്തേഡാ. അത് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും.
ഇതാണ് ക്ലോസിങ്. ഇതാണ് ശരിക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാവേണ്ട ഏറ്റവും മിനിമം ആയിട്ടുള്ള സെയിൽസ് എഞ്ചിൻ. ഏറ്റവും മിനിമം, ഞാനിതിന് അപ്പുറമൊന്നുമില്ല, ഏറ്റവും മിനിമം. ഇതിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. ചിലപ്പോൾ ഒരാൾ പ്രസന്റേഷൻ നടത്തിയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ് പോവും, അവനെ ക്ലോസ് ചെയ്യാൻ സമയമെടുക്കും. ഫസ്റ്റ് ലൈൻ, ഫസ്റ്റ് പ്ലാൻ, ബി പ്ലാൻ, സി പ്ലാൻ ഉണ്ടാവണം നമ്മുടെ കയ്യിൽ. നമ്മൾ പലപ്പോഴും വെബിനാറുകൾ അങ്ങനെയുള്ളത് ഇങ്ങനെയുള്ളത് പറഞ്ഞ സെയിൽസ് ഫണൽസുകൾ നമ്മൾ രൂപീകരിക്കേണ്ടി വരും. ആ സെയിൽസ് ഫണൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയുണ്ടല്ലോ, ഡൺ. എവിടെയെങ്കിലും കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ, ബിജു സാറേ ക്ലോസിംഗിൽ റേറ്റിനെ കുറിച്ചോ മറ്റുള്ള കാര്യത്തിനെ കുറിച്ചോ എവിടെയെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ തീർന്നു. നമുക്കും കോൺഫിഡൻസ് ഉണ്ടാവില്ല, നമ്മുടെ ടീമിനും കോൺഫിഡൻസ് ഉണ്ടാവില്ല, അപ്പുറത്തിരിക്കുന്ന കസ്റ്റമർക്ക് തീരെ ഉണ്ടാവില്ല. ശരിയാണോ? ഞാൻ എന്തേ പറഞ്ഞു പോകുമ്പോൾ വീഡിയോന്റെ എണ്ണം ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. പരിപാടി ചൂട് പിടിച്ചിട്ട് തന്നെ പോകണം അല്ലേ? ഞാൻ വേർത്തു അല്ലേ? അപ്പൊ വീഡിയോ എന്താണ്, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം അടുത്ത് പറയാൻ പോണു ഞാൻ. നിങ്ങളുടെ ജീവിതത്തിൽ സെയിൽസിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നത്തിനെ കുറിച്ച് അടുത്ത് സംസാരിക്കാൻ പോണത്. വീഡിയോ ഓണായാൽ ഞാൻ പറയാം, അല്ലെങ്കിൽ ഞാൻ പറയില്ല. ഇതൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും സാറേ, ഇതൊക്കെ പറയാറുണ്ട് സാറേ. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയും, ഞാനൊന്ന് ആലോചിക്കട്ടെ, നിങ്ങളുടെ റേറ്റ് ഭയങ്കര കൂടുതലാണല്ലോ, ഞാനൊന്ന് എൻ്റെ വീട്ടിൽ ചോദിക്കട്ടെ, എൻ്റെ ഭാര്യയോടോ എൻ്റെ അച്ഛനോടോ അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറോടോ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ പോയിട്ട് വരാം എന്ന് പറയും അല്ലേ? ഒബ്ജക്ഷൻ. ഈ ഒബ്ജക്ഷനാണ് പലപ്പോഴും ഒരു സെയിൽസുകാരൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന, സെയിൽസുകാരൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സംഭവം. കാരണം നമുക്കറിയാം എന്ത്, ഇവൻ ഇത് പറയും, ഇത് പറഞ്ഞാൽ ഇവൻ വരില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒബ്ജക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് റിജക്ഷൻ. ആക്ച്വലി അവൻ വേണ്ട എന്നല്ല അവൻ പറയുന്നത്. പ്രൈസ് ഈസ് ടു ഹൈ, റേറ്റ് കൂടുതലാണല്ലോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഡസൻ മീൻ ദാറ്റ് നിങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ അവന് വേണ്ട എന്നല്ല. അവനത് വേണ്ട എന്നുള്ളതല്ല. പിന്നെയോ, അവൻ പറയുന്നത് വളരെ സിമ്പിളാണ്. അവന് വേണ്ട എന്നുള്ളതല്ല, മറിച്ച് അതൊരു സിഗ്നലാ. എന്ത്? ഹീ ഈസ് ഹാവിങ് എ ഡൗട്ട്, ഹീ ഈസ് ഹാവിങ് എ കൺഫ്യൂഷൻ റിഗാർഡിങ് ദ സെയിൽ, റിഗാർഡിങ് ദ ഡിസിഷൻ. തീരുമാനമെടുക്കാനുള്ള ഒരു ടെൻഷൻ ഉണ്ട്, ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഒരു പ്രശ്നമുണ്ട്. അത് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, ഇതാണ് അവന്റെ മനസ്സിൽ. ഇതിനെ, സെയിൽസ് ഒബ്ജക്ഷനെ നിങ്ങൾക്ക് നേരിടാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻസറുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻസറുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. എന്ത് ചെയ്യും? എന്തിലാണ് ഈ സെയിൽസിൽ ഒബ്ജക്ഷൻസ് വരുന്നത്? ഒന്ന്, വില കൂടുതലാണ്, അല്ലെങ്കിൽ ഇപ്പോ എനിക്ക് വേണ്ട, സമയം, പ്രൈസ്, സമയം, നിങ്ങളെ വിശ്വാസമില്ല ബേസിക്കലി, അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവൻ പറയും, അപ്പുറത്തെ കടയിൽ റേറ്റ് കുറവാണല്ലോ നിങ്ങളെക്കാൾ. ദാറ്റ്സ് കോൾഡ് കമ്പാരിസൺ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് കൊണ്ടാണ് ഒബ്ജക്ഷൻ ആയിട്ട് വരുന്നത്. ഒബ്ജക്ഷന് കൃത്യമായിട്ട് റെഡിമെയ്ഡ് ആൻസർ നിങ്ങൾ പഠിച്ചിരിക്കണം. വില കൂടുതലാണെന്ന് പറയുന്നതിനോട്, അല്ല സാറേ വില കൂടുതലൊന്നുമില്ല, സാറിപ്പോൾ എന്താ ഈ പറയണത്, ഇത് റേറ്റ് ഒന്നല്ല, നമുക്ക് അങ്ങനെയൊന്നുമില്ല എന്നല്ല പറയേണ്ടത്. ശരിയാണ് സാറേ, വില കൂടുതലാണ്. ശരിയാണ്, വില കൂടുതലാണെന്നാണ് പറയേണ്ടത്. അതെങ്ങനെ ശരിയാവുക? സാറേ ശരിയാണ്, വില കൂടുതലാണ്, സാറ് മാത്രമല്ല എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. അപ്പൊ അത് കേൾക്കുമ്പോൾ മറ്റവൻ എന്തായി, വാവോ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ, എനിക്കറിയാം വില കൂടുതലാണെന്നുള്ളത്. എൻ്റെ വില കൂടുതലാ സാറേ, മറ്റുള്ള പലരും പറഞ്ഞിട്ടുണ്ട് സാറേ, പക്ഷേ എൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്ന ഔട്ട്കം എന്ന് പറയുന്നത് ഇത്ര വാല്യൂ ആണ്. ഞാൻ താഹിറോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ കേട്ടായിരുന്നോ? ഇന്ന് ഡിസിഷൻ എടുക്കുന്നതിന് പകരം നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ആ ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ പഠനം അത് ബാധിക്കും.
ഒരു കുഞ്ഞിൻ്റെ ട്യൂഷൻ ഫീസിൻ്റെ അത്ര പൈസയല്ലേ, 2500 രൂപയല്ലേ ഒരു മാസം ചിലവാക്കുന്നുള്ളൂ. പെട്ടെന്ന് തീരുമാനമാക്കാലോ നമുക്ക്. വാല്യൂ കാണിച്ചു കൊടുക്കണം. അവൻ ഇതിൽ കിട്ടുന്ന വാല്യൂ എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് പറ്റും. അതെങ്ങനെ? അത് റെഡിമെയ്ഡ് ആൻസറുകളാണ്. ഒബ്ജക്ഷൻ, ഒരു നല്ല സെയിൽസുകാരൻ അവൻ കൃത്യമായിട്ട് ഒബ്ജക്ഷൻസ് എന്താണെന്നുള്ളതും എങ്ങനെ ഒബ്ജക്ഷൻസ് പോകുന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അവനത് ഹാൻഡിൽ ചെയ്യാൻ അറിയും ചെയ്യും. അത് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയാൽ അവൻ്റെ അവസാനത്തെ ആ സംഭവത്തിലേക്ക് വർക്കൗട്ട് ആവും. എന്ത്? ക്ലോസിങ്ങിലേക്ക് അവൻ വർക്കൗട്ട് ആവും. വളരെ ഈസി ആയിട്ട് എത്തും. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവന് നന്നായിട്ട് കേൾക്കുക. അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കേൾക്കുക. അവൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ്, കൺസേൺ എന്താണ്, ഒബ്ജക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതിന് നല്ല രീതിയിലുള്ള റെസ്പെക്റ്റ് കൊടുക്കുക. എന്നിട്ട് റെസ്പോണ്ട് കൊടുക്കുക. റെസ്പോണ്ട് ചെയ്യുക. എങ്ങനെ? ക്ലിയർ ആയിട്ട് കൃത്യം പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുക്കുക. കാര്യം വർക്കൗട്ടാവും. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? സെയിൽസിൻ്റെ പ്രോസസ്സുകളൊക്കെ ഇങ്ങനെയാണെങ്കിലും ആസ് എ ബിസിനസ് ഓണർ, ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എങ്ങനെയാണ് സെയിൽസിനെ നോക്കി കാണുന്നത് എന്ന് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് നോട്ട് ക്ലോസിങ്. നിങ്ങൾക്ക് യു മസ്റ്റ് ഹാവ് എ സെയിൽസ് സിസ്റ്റം. നിങ്ങളുടെ ടീമിനും നിങ്ങൾക്കും ഒരു കൃത്യമായിട്ടുള്ള സെയിൽസ് സിസ്റ്റം ഉണ്ടാവണം. അതിൻ്റെ പ്രോഡക്റ്റുകളെക്കുറിച്ചും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ഉണ്ടായിരിക്കണം, ലേണിംഗ് ഉണ്ടായിരിക്കണം, എഡ്യൂക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് വിത്തൗട്ട് കൺഫ്യൂഷൻ നിങ്ങളത് സെറ്റ് ചെയ്യണം. നിങ്ങളുടെ ടീമിന് അത് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം. ഓരോ ലീഡും അത് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതും കൺവേർട്ട് എങ്ങനെ ആവാൻ പറ്റും, അല്ലെങ്കിൽ ഇന്നത്തെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് കൺവേർഷൻ്റെ ട്രാക്കിംഗ് ഉണ്ടായിരിക്കണം. ഏതിൽ നിന്ന് വരുന്ന വരുമാനത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. വളരെ സിമ്പിളാണ്. ഒരു ബിസിനസ്സുകാരൻ, ഒരു ഓണർ, ഒരു സിഇഒ, നമ്മൾ പഠിക്കുന്നത് സിഇഒ റീസെറ്റിംഗ് ആണ് അല്ലെ. ഒരു സിഇഒ ചിന്തിക്കേണ്ടത് ഹൗ മച്ച് ലീഡ് ഐ ഗോട്ട്, ഹൗ മച്ച് കൺവേർഷൻ ഐ ഗോട്ട്, ഹൗ മച്ച് റവന്യൂ ഐ ഗോട്ട്. ഇത്രയും മാത്രം മതി. എത്ര ലീഡ് വരുന്നുണ്ട് എനിക്ക്, എത്ര കൺവേർഷൻ വരുന്നുണ്ട് എനിക്ക്, എത്ര സെയിൽ സംഭവിക്കുന്നുണ്ട്, എത്ര കൺവേർഷൻസ് അല്ല എത്ര റവന്യൂ വരുന്നുണ്ട് എന്നുള്ളതിനെ കൃത്യമായ ബോധം ആസ് എ സിഇഒ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഒന്നും കൂടി ഞാൻ പറയാണ്. ഒരു ലീഡ് എന്ന് പറയുന്നത് ഹൗ മെനി ലീഡ്സ്, ഹൗ മെനി ലീഡ്സ്, ഹൗ മെനി കൺവേർഷൻ, ഹൗ മച്ച് റവന്യൂ. ഈ ഒരു 3 കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടാവണം. എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ, പ്രോപ്പറായിട്ട് സെയിൽസ് നടക്കുന്നു. വളരെ സിമ്പിളാണ്. സെയിൽസ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. അത് പഠിച്ച് നിങ്ങളുടെ കമ്പനിയിൽ അത് കൃത്യമായി സെറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ സ്റ്റാഫിന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് ട്രെയിൻ ചെയ്ത് അതിനെ സെറ്റ് ചെയ്യണം. അറിയാത്തവനെ അന്തസ്സായിട്ട് കാശ് കൊടുത്ത് ട്രെയിനേഴ്സിനെ വെച്ച് പഠിപ്പിക്കണം. നിങ്ങൾക്ക് സെയിൽസ് അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് തെറ്റൊന്നുമല്ല. നിങ്ങൾ പഠിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളത് പഠിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാവണം. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. സ്റ്റാഫിനെ വെച്ചിട്ടുള്ള ബുദ്ധിമുട്ടാണ് സാറേ എന്ന് പറഞ്ഞ ആരോ മെസ്സേജ് അയച്ചു. എനിക്ക് ആരാന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. സ്റ്റാഫിനെ വെച്ച് പ്രശ്നമുണ്ടെങ്കിൽ, അവൻ നിങ്ങളുടെ കമ്പനി വിട്ടു പോകുന്നുണ്ടെങ്കിൽ, സെയിൽസ് നടക്കുന്നില്ലെങ്കിൽ, പറഞ്ഞ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, അവന് ക്ലാരിറ്റി ഇല്ല. അവൻ എന്ത് ചെയ്യണമെന്നും ഈ കമ്പനി എന്താണ് കൊടുക്കുന്നതെന്നും അവന് പ്രോഡക്റ്റ് എന്താണെന്നുള്ളതും ഒരു ക്ലാരിറ്റി ഇല്ല. അവന് നിങ്ങളുടെ മുകളിൽ ട്രസ്റ്റ് ഇല്ല. അവൻ നിർത്തിപ്പോവുക ചെയ്യും. അവൻ എങ്ങനെയാണ്, എന്താണ് ഒരു സ്റ്റാഫ്, എങ്ങനെയാണ് പീപ്പിളിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ അവനെങ്ങനെ ഡെലിഗേഷൻ ചെയ്യാം, അവൻ എങ്ങനെ പണി എടുപ്പിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് നാളെ പീപ്പിൾ പവർ സിസ്റ്റത്തിൽ പഠിക്കാം. 4ാമത്തെ ദിവസം. അതിക്ക് മുന്നേ സെയിൽസ് ഇതൊക്കെയാണ്. സെയിൽസ് നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്ന് സംസാരിച്ചു. ഇതിൻ്റെ ഒരു പ്രോസസ്സ്, ഒരു എൻജിൻ, സെയിൽസ് എൻജിൻ എന്ന് വിളിക്കാം നമുക്കൊരു പ്രോസസ്സിനെ. അത് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാണ്ട് യു കാൺ ഗോ ഹെഡ്. എന്ത് കച്ചവടം നിങ്ങൾ നടത്തിക്കോ, വെരി സോറി മൈ ഡിയർ ഫ്രണ്ട്സ്,
വിത്തൗട്ട് എ സെയിൽസ് പ്രോസസ്, വിത്തൗട്ട് സെയിൽസ് എൻജിൻ, യു കനോട്ട് മേക്ക് പ്രോഫിറ്റ്. 2 ദിവസം നടക്കും, 3 ദിവസം നടക്കും, 10 ദിവസം നടക്കും. പക്ഷേ എല്ലാ ദിവസവും നടക്കണമെങ്കിൽ യു മസ്റ്റ് ഹാവ് ദാറ്റ് സിസ്റ്റം വിത്ത് യു. ബിനീഷെ, ഈവൻ സാസ് മോഡലാണ് താങ്കൾ പരീക്ഷിക്കുന്നതെങ്കിൽ, ഈവൻ നിങ്ങളുടെ കസ്റ്റമർ ഡയറക്റ്റ് വാങ്ങുകയാണെങ്കിൽ പോലും ഈ ഷുഡ് ബി ക്ലിയർ ഓൺ ദ മെസ്സേജ്. ഈവൻ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ പോലും ആവശ്യമില്ല. ഇഫ് ഈസ് ക്ലിയർ അബൌട്ട് യുവർ പ്രോഡക്റ്റ്, യുവർ സർവീസ് ആൻഡ് ദ ഔട്ട്കം ഹി ഗെറ്റ്, അത് ക്ലിയർ ആക്കൽ നമ്മുടെ ഉത്തരവാദിത്തം. മനസ്സിലായോ? ചോദ്യങ്ങൾ വരാം, ഫീഡ്ബാക്സുകൾ, ചോദ്യങ്ങൾ വരട്ടെ. ഞാൻ ഒരുപാട് സമയം എന്താ പറയുക, തിയറി പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ ഡെഫിനറ്റ്ലി സെയിൽസ് അറിയാത്ത കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട്, അവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. ഹലോ സർ, എനിക്ക് ഫോണ് ഓണാക്കാൻ പറ്റാത്ത സിറ്റുവേഷനില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വണ്ടിയിലാണ്. അപ്പം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചു ഹലോ ചോദിച്ചു. സർ, എൻ്റെ പേര് നിതീഷ് ആണ്. ഞാനിവിടെ SBI യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ മുമ്പ്, കാരണം ഇവിടെ വരുന്നതിന്റെ മുന്നേ തന്നെ MBA മാർക്കറ്റിംഗ് ആണ് ഞാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പം അന്ന് എന്റെ ട്രെയിനർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പം സെല്ലിംഗ് പറയുന്നത് ടെല്ലിംഗ് എന്നാണെന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ എനിക്ക് ഇപ്പോഴും എന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഒരു ബിസിനസ് പറയും. കാരണം ഞങ്ങളുടെ കൂടെയുള്ള ബാച്ച് മൊത്തം ബിസിനസ് ചെയ്തു. കുറെ ആൾക്കാർക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, കുറെ ബ്രാഞ്ചസും കാര്യങ്ങളുമായി. പക്ഷെ ഞാൻ വിൽക്കുന്നത് എന്ന് പറയുന്നത് ആക്ച്വലി ബാങ്കിലാവുന്ന സമയത്ത് നമുക്ക് സാറിന് അറിയാം, അതായത് നമ്മളൊരു കൺസെപ്റ്റ് ആണ് സെല് ചെയ്യുന്നത്. കറക്റ്റ്. നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഒരു ഐഫോൺ വിൽക്കുന്നതോ അല്ലെങ്കിൽ സാറിപ്പം പറഞ്ഞിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകൾക്കും എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇതുണ്ട്. ഇന്നിപ്പോൾ ഐഫോൺ ആണെങ്കിൽ iPhone 17 എനിക്ക് വിൽക്കാൻ എളുപ്പമാണ്. കാരണം അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ടച്ചബിൾ ആണ്, അല്ലെങ്കിൽ സീൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്കിപ്പോൾ ഒരു നാഷണൽ പെൻഷൻ സ്കീം വിൽക്കാനോ, അതല്ലെങ്കിൽ എനിക്കൊരു മ്യൂച്വൽ ഫണ്ട് സെയിൽ ചെയ്യാനോ, അല്ലെങ്കിൽ വേറൊരു ഇൻഷുറൻസ് പ്രൊഡക്റ്റോ ഫിക്സഡ് ഡെപ്പോസിറ്റോ ഒക്കെ ചെയ്യുമ്പോൾ സാർ നേരത്തെ പറഞ്ഞ ഞാൻ കേട്ടു. അതായത് ഇപ്പൊ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ സ്റ്റേറ്റ് ബാങ്കിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പം വീണ്ടും റിസർവ് ബാങ്ക് കുറച്ചു, 6.24 അപ്പോൾ 6.24 ഞാൻ കൊടുക്കുമ്പോൾ അടുത്ത എന്റെ കോമ്പറ്റേറ്റർ ആയിട്ടുള്ള ബാങ്ക് ചിലപ്പോൾ അത് കൊടുക്കുന്നത് 6.5 അല്ലെ 6.8, അല്ലെങ്കിൽ നോൺ NBFC ആയിട്ടുള്ള കമ്പനികൾ കൊടുക്കുന്നത് ചിലപ്പം 8% അല്ലെ കോപ്പറേറ്റീവ് സെക്ടർ കൊടുക്കുന്നത് 8%. അപ്പൊ ഇവിടെ എനിക്ക് മറ്റുള്ള ഇതിനെ ഓവർകം ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് ഓൾറെഡി ഇവർ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ള ഒരിതും ആൾക്കാരുടെ വിസിബിലിറ്റിയിലുള്ള ഒരു റേറ്റും ഉണ്ട്. അപ്പൊ ഈ റേറ്റിൽ അവര് നോക്കാം, അല്ലെങ്കിൽ സാറ് നേരത്തെ പറഞ്ഞ പോലെ അടുത്തൊരു ബാങ്കിൽ പോവുക, അടുത്തൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് കൂടുതൽ കിട്ടുമ്പോൾ അവർ അതിലേ എടുക്കുള്ളൂ. അപ്പൊ അവിടെ എനിക്ക് എങ്ങനെ ക്ലോസിങ് എന്തെങ്കിലും അതിനൊരു സാറിനൊരു സൊല്യൂഷൻ പറയാൻ പറ്റുമോ? കാരണം കൺസെപ്റ്റാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. കാരണം ഞാൻ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത്? ഒരു ഫണ്ട് നമ്മൾ വിൽക്കുന്നത് പ്രീവിയസിൽ അതിന് കിട്ടിയിരിക്കുന്ന ട്രാക്ക് റെക്കോർഡും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ സെല് ചെയ്യാം. ഇപ്പൊ ഞാൻ മനസ്സിലായി നിതീഷ്. നിതീഷ് എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു? ഞാനിപ്പം ഏകദേശം ഈ ഒരു സെക്ടറിലേക്ക് വന്നിട്ട് 2 വർഷമായി. പക്ഷെ ഞാൻ ബാങ്കിങ് സെക്ടറിലേക്ക് വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 12 വർഷമായി സർ. നിതീഷ് ഇത്രയും കാലം നിങ്ങൾ സെയിൽസ് നടത്തിയില്ലായിരുന്നു? നടത്തിയിട്ടുണ്ട്. പക്ഷെ നടത്തുമ്പോൾ നമുക്ക് ഞാൻ ചോദിച്ചതിനൊന്ന് മാത്രം ഒന്ന് ആൻസർ പറയൂ, നമുക്ക് അതിൽ ബാക്കി നടത്തിയിട്ടുണ്ട്. ഓക്കെ. ഇത് നടത്തിയവരിൽ നടത്തിയ കസ്റ്റമറിൽ ഏറ്റവും കൂടുതൽ, അതായത് ഒരു 4-5 മുഖം നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഓർമ്മ വരുന്നുണ്ടല്ലോ? തീർച്ചയായിട്ടും. ഇവർക്കൊക്കെ നിതീഷിന്റെ പേര് വിളിച്ച് സംസാരിക്കാനുള്ള ഒരു വിശ്വാസമുള്ള ആളുകളാണോ? തീർച്ചയായിട്ടും. ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ബാങ്കിങ് സെക്ടറിൽ അല്ലെങ്കിൽ സർവീസ് സെക്ടറിൽ ഏത് കോൺസെപ്റ്റ് സെയിൽസിലും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന കാര്യം ട്രസ്റ്റ് മേക്കിംഗ് ആണ്. നിങ്ങളെ പേരെടുത്ത് വിളിച്ച് സംസാരിക്കാൻ ഒരു കസ്റ്റമർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, പരിചയമുണ്ടെങ്കിൽ, മിക്കവാറും ഒരു ബാങ്കിന്റെ കസ്റ്റമർ എന്ന് പറയുന്നത്, നിങ്ങൾ മിക്കവാറും ബാങ്കേ അല്ലേ, നിങ്ങൾ ബാങ്കിൽ വരുന്ന കസ്റ്റമേഴ്സിനല്ലേ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുള്ള ഓൾറെഡി ഉള്ള ആളുകളല്ലേ കണക്ട് ചെയ്യുന്നത്? ഞാനിപ്പം വെൽത്തിലും കൂടെയാണ്. അപ്പൊ നമുക്ക് എന്ന് വെച്ചാൽ റെഫറൻസ് ത്രൂ ആണ്. ഇപ്പൊ ഞാനിപ്പോ ഹാൻഡിൽ ചെയ്യുന്നത് 50 ലക്ഷത്തിന്റെ മേലെയുള്ള അക്കൗണ്ട് ഹോൾഡേഴ്സിനാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുക. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുക. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ബേസിക്കലി അവരുള്ള ആളാണ്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ അറിയാം, അല്ലെങ്കിൽ ഒരാൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും, റെഫറൻസ് കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അല്ലേ? ഒരു കാര്യം മനസ്സിലാക്കാൻ രണ്ടിലാണ്. വളരെ സിമ്പിളാണ്. ഇവിടെ ഇരിക്കുന്ന ജെയ്സൺ അല്ലെങ്കിൽ ബിജു സാറൊക്കെ
ഒരുപാട് ട്രെയിനേഴ്സിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്നേക്കാൾ ഫീസ് കുറഞ്ഞവരുടെ, എന്നേക്കാൾ ഫീസ് കൂടിയവരുടെ, എന്നേക്കാൾ ചന്തമുള്ളവരുടെ, ഭംഗിയുള്ളവരുടെ, എന്നേക്കാൾ നന്നായിട്ട് ഇംഗ്ലീഷും മറ്റുള്ള ഭാഷകളും സംസാരിക്കുന്നവരുടെ ഒക്കെ ആയിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഓ ക്ലാസ്സിൽ ഡെയിലി രാവിലെ 6:15 വന്നിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ബിജു സാർക്ക് യെസ് സർ. കേരളത്തിലെ ഭാരതീയ ന്യായ സംഹിതയെ കുറിച്ചിട്ട് ഒരുവിധം വ്യക്തമുണ്ട്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്, ഒരു ഹൈക്കോടതി അഡ്വക്കേറ്റ് ആണ് സർ. ബേസിക്കലി. പക്ഷെ എന്തുകൊണ്ട് ഓ അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഹി ട്രസ്റ്റ് മീ, എന്നെ വിശ്വാസമുണ്ട് ഉം. അദ്ദേഹത്തിന്. ഞാൻ അദ്ദേഹത്തിനുള്ള കാര്യം കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ടാണ് ഇത് ചെയ്തു കൊടുക്കുക എന്ന് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും എൻ്റെ ക്ലാസ്സിൽ വരുന്നതും അറ്റൻഡ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്നെ ഇത് കഴിഞ്ഞ് പലരും കണക്ട് ചെയ്യാറുണ്ട്. ഞാൻ നമ്പർ എപ്പോഴും ഞാൻ അവസാനം നമ്പർ ഇടാറുണ്ട്, നമ്പറിൽ എന്നെ വിളിക്കാറുണ്ട്. വളരെ സിമ്പിളാണ് നിതീഷ്. നിതീഷ് ആദ്യം ട്രൈ ചെയ്യേണ്ടത് ട്രൈ ടു മേക്ക് റിലേഷൻഷിപ്പ്, ട്രൈ ടു ഗെറ്റ് കണക്റ്റഡ് വിത്ത് ഹിം ആൻഡ് മേക്ക് ട്രസ്റ്റ്. ഓക്കെ. ഇനി രണ്ടാമത്തെ യെസ് സർ. കാര്യം, തിങ്കിങ് ദാറ്റ് അവർ അവിടെ പോവും, കോർപ്പറേറ്റിൽ പോവും, അങ്ങനെയാണെന്നുള്ളത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയും, എനിക്ക് കൃത്യമായിട്ട് ബിസിനസ്സിനെ കുറിച്ച് ബോധ്യമുള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന ആളാണ്. എനിക്കിപ്പോഴും അറിയില്ല ഏത് ബാങ്കിലാണ് പലിശ മീൻസ് നമ്മുടെ എന്താ പറയുക ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലെന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എൻ്റെ അടുത്ത് സജിത്ത് ഉണ്ട്, അങ്ങനെ ബാങ്കിങ്ങിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരെ വിളിക്കുക ചെയ്യാം. അവർ പറയാണ് നീടാ അത് അവിടെ ഉം. റേറ്റ് കൂടുതലാണ്, നീ അവിടെ കൂടുതലൊക്കെയാണെങ്കിലും എന്നാലും നീ ഇവിടെ ഇട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഞാൻ കേൾക്കും. എനിക്ക് അവിടുത്തെ ഒരു 0.25 0.5 ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കില്ല, അതിനേക്കാൾ വിശ്വാസം എനിക്ക് അവനോടായിരിക്കും, ആ പറയുന്ന ആളോടായിരിക്കും. നിതീഷ്, യു അതെ സർ. ഡോണ്ട് അല്ല യുവർ പ്രൊഡക്റ്റ്. ഇതിനെ പറയാം. അതായത് ഇപ്പം സാറ് നേരത്തെ പറഞ്ഞ പോലെ, അതായത് FD എന്നുള്ളത് മാത്രമല്ല എന്റെ പ്രൊഡക്റ്റ്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പം കഴിഞ്ഞ അല്ല, 2 ഞാനൊരു 3 ഉദാഹരണം പറയാം. FD അല്ല, ഇപ്പൊ മ്യൂച്വൽ ആ ഫണ്ട്, ഇൻഷുറൻസ്, നിങ്ങൾക്ക് എല്ലാം മറ്റേ ഫിനാൻസുകളൊക്കെ ഉണ്ടായിക്കോട്ടെ. സാറ് പറഞ്ഞ ട്രസ്റ്റ് എനിക്ക് വരുന്നത് എവിടെയാന്ന് പറഞ്ഞാല്, ഇപ്പൊ ഒരു അക്കൗണ്ട് ഹോൾഡർ, ഞാനിപ്പം എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാനിപ്പോ ഒരു 3 മാസം മുന്നേ സിൽവർ ETF-ല് ഇട്ടിട്ടുള്ള ഒരു അക്കൗണ്ട് ഹോൾഡർക്ക് ഏകദേശം 25% മുതൽ 30% വരെ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിന്റെ ആ പ്ലാറ്റ്ഫോമിൽ ചെയ്തു കൊടുക്കുന്നുണ്ടാണ്, മീൻ ഇൻവെസ്റ്റ് ആപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ വ്യക്തിനെ സംബന്ധിച്ചിട്ട് അയാൾ എന്നിൽ ട്രസ്റ്റഡ് ആണ്. കാരണം എന്താണ്, ഞാൻ പറഞ്ഞത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ NRIs ആണ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതേ ആള് തന്നെ സാറ് നേരത്തെ എന്നോട് റെഫറൻസ് എന്നുള്ളത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ റെഫറൻസ് എനിക്ക് തരാൻ ആ വ്യക്തിക്ക് പിന്നെ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അയാൾ പ്രോഫിറ്റ് ആയതുകൊണ്ടാണ്. ഞാനിപ്പോ ശ്രീ സാറ് അയാൾ ഫ്രണ്ട് ആണെങ്കിൽ പറയും, ശ്രീജിത്ത് പിന്നെ SBIയിൽ ഇങ്ങനെ ഒരാളുണ്ട്, പുള്ളിനോടൊന്ന് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് നടക്കും. പക്ഷെ ഈ വ്യക്തിക്ക് ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ എന്തെങ്കിലും മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് സംഭവിക്കുന്നതാണല്ലോ. ഈ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സംഭവങ്ങളെ പറ്റി വലിയൊരു ഐഡിയ ഉണ്ടാവില്ല. നമുക്ക് ഈ ഒരു മേഖലയിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഐഡിയ കിട്ടുന്നത്. ഞാൻ പലപ്പോഴും പറയാറെന്ന് വെച്ചാൽ, നിങ്ങൾ ഹോൾഡ് ചെയ്യൂ, നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യൂ. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഡൗൺ ആണ്. ഇപ്പം ഗോൾഡിന്റെ റേറ്റ് അപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓർണമെന്റ് വാങ്ങണ്ട. ഞാനൊന്ന് ഇടപെടുന്നു, സോറി നിതീഷ്. ഇപ്പോഴും നിതീഷ് ചിന്തിക്കുന്നത് ആ പ്രോഡക്റ്റിനെ കുറിച്ചാണ്. ഞാൻ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞതേ ഇല്ല. ഉം 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 ഞാൻ പറയുന്നത് ഷെയർ ഓഹരി വിപണിയിൽ ലോങ് ടേം ആയിട്ടുള്ള റിസൾട്ടാണ് നല്ലത് എന്നുള്ളത് ഈവൻ ഷെയർ ട്രേഡേഴ്സ് എല്ലാവരും പറയുന്നുണ്ട്, അത് പഠിപ്പിക്കുന്നുണ്ട്. ശരിയല്ലേ? ശരിയാണ്. 2005-6 കാലഘട്ടത്തിൽ ഞാൻ ഷെയറിൻ്റെ ഇൻഷുറൻസിൻ്റെ അല്ലെങ്കിൽ ആ മേഖലയിൽ ഉണ്ടായിരുന്ന സമയത്ത് അന്നുള്ളതിൻ്റെ എത്രയോ ഇരട്ടിയിലാണ് ഇപ്പോൾ ഷെയർ നിൽക്കുന്നത്. ബേസിക്കലി അതെ അതെ അതെ. ലോങ് ടേം ആയിട്ട് നോക്കുമ്പോൾ ഇത് വളരെ ലാഭമാണെന്നും ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ആയി മാറുകയും ആ കൺസൾട്ടിങ് താങ്കൾക്ക് ഇതിൽ വിവരമുണ്ടെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുകയും അതിനുള്ള മാർഗങ്ങൾ തേടുകയും ചെയ്യുമ്പോൾ നിതീഷ് നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബാങ്കിങ് എക്സ്പെർട്ട് ആവും. മനസ്സിലായി സർ. ഓക്കെ. ഞാൻ എൻ്റെ എക്സ്പെർട്ട്നെസ് ഞാൻ കാണിക്കുന്നത് എങ്ങനെയാ? ഞാൻ സെയിൽസ് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാ? സെയിൽസ് കാണിച്ചു കൊടുത്തുകൊണ്ടാ മനസ്സിലായി സർ. മാത്രമല്ല, ഞാൻ കാണിച്ചു കൊടുത്തുകൊണ്ട്, അതെൻ്റെ എക്സ്പെർട്ട്നെസ് എനിക്ക് ഉണ്ടെന്നുള്ളത് കാണിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഷെബിൻ അവിടെ കയ്യും പൊക്കിയിരിക്കാൻ പറഞ്ഞിട്ട് കുറച്ചു നേരമായി. ഓക്കെ സർ. അപ്പൊ ഞാൻ നിതീഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്തോളൂ. ഞാൻ ഷെബിനിലേക്ക്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. യെസ്, ഷെബിൻ പറയും. സാർ, നമ്മൾ സോഫ്റ്റ്വെയർ കസ്റ്റമൈസേഷൻ ആണ്. അപ്പോൾ ഈ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അഗെയിൻ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒരു കൺസെപ്റ്റ് സെല്ലിംഗ് ആണ്. നമ്മൾ പറയുന്നത് ഇങ്ങനെ എല്ലാം ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പം ഒന്നും അതെല്ലാം ഒരു ഫ്യൂച്ചറിലുള്ള കാര്യമാണ്, അതൊരു റെഡിയല്ല. അപ്പം അതിനെ ബേസ് ചെയ്താണ്. അപ്പം സാറ് പറഞ്ഞത് നമ്മളെ ഒരു ട്രസ്റ്റ് ആണ്. അപ്പോൾ എപ്പോഴും അത് ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ടാണ് നമുക്കത് സെല് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത് അല്ലേ? ഞാൻ അപ്പം അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ
അപ്പം ഒന്നോ രണ്ടോ അക്കൗണ്ടുകളല്ല, നമ്മളെപ്പോഴും ഒരു നല്ല നമ്പർ ഓഫ്, അതായത് ഒരാൾ തന്നെ ഒരു 400-500 അക്കൗണ്ട് എപ്പോഴും ഇങ്ങനെ ടച്ച് ബേസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? കുറച്ചൊരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനും നമ്മൾ വീഡിയോസും അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതല്ലാതെ നമുക്ക് എങ്ങനെയാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും ഇതിനെ ക്ലോസിംഗിലോട്ട് വളരെ കൊണ്ടുവരാനും? വളരെ വളരെ സിമ്പിളാണ്. ഓക്കെ. സിമ്പിളാണ്. അതായത് നിങ്ങൾ അവരെ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. പേഴ്സണൽ ടച്ച് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ മേക്ക് റിസൾട്ട്. നിങ്ങളൊരു വീഡിയോ ചെയ്യുന്നു എന്നിട്ട് പറയുന്നു ആ വീഡിയോ നിങ്ങൾ പേഴ്സണലി നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്. ഓക്കെ. പേഴ്സണലി അയച്ചു കൊടുക്കും. ഞാൻ നാളെ തൊട്ടിട്ട് ഷെബിന് ഞാൻ പേഴ്സണലി ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഷെബിൻ ഓർക്കും, ഓ ശ്രീജിത്ത് തന്നെ ഓർക്കുന്നുണ്ടല്ലേ, അയ്യോ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ മനഃപൂർവ്വം ഷെബിൻ ചെയ്ത് എനിക്ക് അയച്ചു തന്നതാണല്ലോ. അവർക്ക് ഉം. അത് ഷെബിൻ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ടെന്നുള്ളത്. ഉം. അതിന് ടെക്നോളജി ഇല്ലേ? നിങ്ങളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് API ഉപയോഗിച്ചിട്ട് വാട്സപ്പിൽ ഉപയോഗിക്കാം, അയക്കാം. നിങ്ങൾക്ക് എത്ര പൈസ ചിലവുണ്ട്? റിമൈൻഡർ ആയിട്ട് അയക്കുന്നതിന് നിങ്ങൾക്ക് 11 പൈസ ചിലവുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതെ. ഒരു 75 പൈസ ചിലവുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അതെ. 10-200 ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് അയക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒന്നരാടം ഉം. ദിവസം നിങ്ങൾക്ക് അയക്കാൻ പറ്റും. എന്താ കുഴപ്പമെന്താ? അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ പറയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യണം കേട്ടോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോസ് ഇടും. ഉം. അതന്നെ ഉം. ഇവിടെ ഇരിക്കുന്നവരോട് പറയാനുള്ളത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും എൻ്റെ യൂട്യൂബ് അക്കൗണ്ടും ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളത് ഉം. ഉം. ഫോളോ ചെയ്ത് ഡെഫിനറ്റ്ലി റിസൾട്ട് വരും. ശ്രീജിത്ത് കേസിൽ നിന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ തല എൻ്റെ ഫിഗർ കാണാം, അപ്പ കുത്തിക്കൊള്ളാം. ഉം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മനസ്സിലായി. പറഞ്ഞു തരും, ഞാൻ കണക്ട് ചെയ്യും. ഉം. കണക്ട് ചെയ്യുമ്പോൾ പിന്നെ ഉം. ഇടയ്ക്ക് നമ്മൾക്ക് ഇങ്ങോട്ട് അയക്കുന്ന ആളുകൾക്ക് നമ്മൾ സമയം കണ്ടെത്തി മെസ്സേജ് അയക്കാനും തിരിച്ചയക്കാനും അവർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് സമയം അവർക്ക് വേണ്ടി ചെലവഴിക്കാനും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി. ഓക്കെ. സാർ, ഇതിന്റെ കൂട്ടത്തിൽ ഞങ്ങളിപ്പം ടിപ്പിക്കലി ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് അവരോട് ചോദിക്കും, ഞങ്ങൾ വന്ന് മീറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ അവിടെ പേഴ്സണലി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഫുൾ ഡേയിൽ അവിടെ പോയി ഇരുന്ന് അവരോട് ഫേസ് ടു ഫേസ് സംസാരിച്ച് അങ്ങനെ ചെയ്യുന്നത്, എല്ലാ കാര്യത്തിലും എല്ലാ കേസിലും അങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടി ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കൂലേ? അതോ സാറിന്റെ അഭിപ്രായം എന്താണ് അതിനകത്ത്? അതെ, ഞാൻ അതിൽ സജസ്റ്റ് ചെയ്യുന്ന കാര്യം അത് തന്നെയാണ്. ഞാൻ പറഞ്ഞ നേരിട്ട് എന്നുള്ളത് പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഓൺലൈനോ എങ്ങനെ ആയിക്കോട്ടെ. ഇപ്പൊ ഞാനും ഷെബിനും തമ്മിൽ ഈവൺ ഓൺലൈനെ കണ്ടുള്ളെങ്കിലും നാളെ നമ്മൾ തമ്മിൽ ഒരു കണക്ഷൻ ആയിപ്പോ. അതെ. ഇപ്പോൾ ഷെബിനോട് ഒരു കാര്യം പറഞ്ഞു, ഷെബിനെ നമ്പർ ഒന്ന് എനിക്ക് തരണേ, എനിക്ക് ഒന്ന് കണക്ട് ചെയ്യണം, എനിക്കൊരു കാര്യം പറയും. ഞാനും ആസിഫ് ജിമുടി ഇന്ന് വരെ കണ്ടിട്ടില്ല, പക്ഷെ ഞങ്ങൾ ഓക്കെ. മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പരസ്പരം അതെ. നന്നായിട്ട് ഇതിൽ പല ആളുകളെയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അതെ. നമ്മൾ നല്ലൊരു കണക്ഷൻ ആയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന അതെ. പലർക്കും എന്നോട് കണക്ഷൻ. ഇപ്പോൾ മഞ്ജു ഷസിൽ, മഞ്ജു കഴിഞ്ഞ 2-3 ദിവസങ്ങൾ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു മഞ്ജുവിന്റെ പ്രശ്നങ്ങൾ. ഞങ്ങൾ കണ്ടിട്ടില്ല ഇന്ന് വരെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുവിനെ ഞാൻ കണ്ടിട്ട് പോലും മുഖം എങ്ങനെയെന്ന് പോലും എനിക്ക് അറിയില്ല. ഉം. കണക്ഷൻ വരുന്നുണ്ട്, ഉം. അത് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അതിന് 2 ഐഡിയ ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ ആണ്. അതായത് ചില ആളുകൾ ഓഡിറ്ററീസ് ആയിരിക്കും, അവർക്ക് കേൾക്കാനായിരിക്കും ആഗ്രഹം. ഉം. സൗണ്ടിനെ അവർ കൃത്യമായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന കുറേ ഉം. സ്ത്രീകൾ വീഡിയോ ഓണാക്കാത്തതിന് കാരണം അവർ ഹാപ്പിയാണ്. ഈ ഓഡിയോ കേൾക്കുന്നതിൽ ഹാപ്പിയാണ് അവർ. ഇപ്പോൾ ശബ്ദം കൊണ്ട് നമുക്ക് അവരെ അട്രാക്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടായിരിക്കും അവർ നമ്മളെ വിഷ്വലൈസേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഷെബിൻ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഷെബിനോട് ചില ചോദ്യങ്ങൾ ഉത്തരം കിട്ടി. ഞാൻ ഷെബിനോട് സംസാരിക്കുമ്പോൾ ഷെബിനോടായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ എൻ്റെ കയ്യും ഇങ്ങനെ കണ്ടോ, ഞാൻ കയ്യും കാലും മനഃപൂർവ്വം, കാരണം താങ്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി കിനസ്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. കിനസ്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വാണ്ട് ടു ഫീൽ. അവർക്ക് നേരിട്ട് തന്നെ കാണണം. ഈ പറയുന്ന ബിജു സാറൊക്കെ കിനസ്തറ്റിക്കാ ബേസിക്കലി. അദ്ദേഹത്തിന് നേരിട്ട് കാണാമെന്ന് പറഞ്ഞു, എന്നെ കണ്ട് നേരിട്ടിരുന്ന് സംസാരിച്ചപ്പോൾ ഹി ഗോട്ട് കൺവിൻസ്ഡ്. അത് മനസ്സിലാക്കാൻ പറ്റും. സെയിൽസ് പഠിച്ചാൽ മതി, കുറച്ച് അതൊക്കെ പഠിക്കണം. സൈക്കോളജീസ് പഠിക്കണം കേട്ടോ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആളുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകണ്ടിരിക്കണം. കുഴപ്പമില്ല, നിങ്ങൾക്ക് താല്പര്യം അല്ല, മീൻസ് ചോദ്യങ്ങളില്ലാത്തവർക്ക് വിട്ടുപോകാൻ കുഴപ്പമില്ല. ഐ എം നോട്ട് ഡിസ്റ്റർബിങ് യു, ബട്ട് മൈ ഡിസ്റ്റർബൻസ് ഇസ് ഓൾവേസ് എ ബ്ലെസ്സിങ് ഫോർ യു. യെസ്, കം ഓൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യങ്ങളൊന്നുമില്ല? ഞാൻ വീണ്ടും പറയാണ്, എന്റെ പ്രശ്നം സാറ് പറഞ്ഞ ഒരു സെയിം സംഭവമാണ്. പറയൂ.
നമുക്കെന്ന് വെച്ചാൽ ക്ലയൻസിനോട് ഞങ്ങൾ പറഞ്ഞ ഇൻട്രസ്റ്റ് എന്തൊക്കെ കഴിഞ്ഞ് ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായി കേട്ട് പലരും എന്താ വെച്ചാൽ ഈ ഫിറ്റ്നസ് ഫീൽഡ് ആയതുകൊണ്ട് അവർക്ക് ഈ ഓവർ വെയിറ്റ് കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ എക്സ്പ്ലെയിൻ ചെയ്യും. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അവരവരുടെ ലൈഫ് സ്റ്റോറി ആയിരിക്കും പറയുന്നത്. അവർക്ക് അവിടുന്ന് അങ്ങനെ അനുഭവം ഉണ്ടായി, ഇവിടുന്ന് ഇങ്ങനെ അനുഭവം ഉണ്ടായി, അവരുടെ കംപ്ലീറ്റ് കഥകൾ ഇങ്ങോട്ട് വന്ന് പറയും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇരുന്ന് കേട്ട് അതിനുള്ള സൊല്യൂഷനും പറഞ്ഞു കൊടുക്കും. ലാസ്റ്റ് അവർ പറയും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കട്ടെ അന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. പിന്നെ പലരും തിരിച്ചു വരും, ചിലപ്പോൾ 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് വരുന്നത്. പക്ഷേ എന്നാലും അപ്പോൾ ആ സ്പോട്ടിൽ നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് എന്തെങ്കിലും അതൊരു ഒബ്ജക്ഷൻ ആണ്. അത് ബേസിക്കലി അതൊരു ഒബ്ജക്ഷൻ ആണ്. ഹസ്ബൻഡിനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു പോകുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡാണ് അതിലെ ഡിസിഷൻ മേക്കർ. നിങ്ങൾക്ക് പരമാവധി ഹസ്ബൻഡിനോട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനുള്ള അവസരം കൂടി ഉണ്ടാക്കണം. അല്ലെങ്കിൽ മിക്കവാറും ലേഡീസിന് ഈ ഒരു പ്രശ്നമുണ്ട്, ഹസ്ബൻഡിനോട് ചോദിക്കട്ടെ. അവരുടെ പെയിനെ കുത്തിയെടുക്കണം നീ. അവരുടെ പെയിനെ കൂടുതൽ, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് ഒരു മുറിവായിട്ട് ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം ചെയ്യുന്നത് ആ മുറിവ് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന എല്ലാ പഴുപ്പിനെയും നീക്കും. ആ പഴുപ്പിനെ മൊത്തത്തിൽ ചുരണ്ടി അത് മഴുത്തിട്ട് എന്നിട്ടാ മരുന്ന് വെക്കുന്നത്. ശരിയല്ലേ? അതെ. അതേപോലെ അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന അവൻ്റെ ഈവൻ എന്താ പറയുക, ഹസ്ബൻഡ് പോലും ചിലപ്പോൾ അവരെ കുറിച്ച് കമൻ്റ് അടിച്ചിട്ടുണ്ടാവും. PCOD ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ കുറേ ആൾക്കാരുണ്ടായിരിക്കും, അവരെ ഭയങ്കരമായിട്ട് ഇത് വെച്ചിട്ടുണ്ടാവും. അതിനെ ചുരണ്ടിയെടുത്ത് നിങ്ങൾക്കിത് സൊല്യൂഷൻ, ഇത് ചെയ്താൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ സ്നേഹിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഹസ്ബൻഡിനെയും വളച്ചു കൊണ്ടുവരും. അതെന്തറിയോ, ആ പക്ഷെ അത് ഒരുപാട് ടൈം എടുക്കുന്നതാണ്. സമയമെടുക്കാൻ നമ്മൾ പറയും, നമ്മളവിടെ കൊടുക്കുന്ന വേദനയാന്നേ. ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ വേദന, ഒരു ചെറിയ മുറിവ് വന്നാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോവില്ല. ഒരു അത്യാവശ്യം വലിപ്പം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടേതായ സ്വന്തമായിട്ടുള്ള മരുന്നുകൾ നമ്മൾ തേക്കും. പണ്ടത്തെ നാടൻ ഭാഷത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പച്ച തേച്ചിട്ട് നമ്മൾ നമ്മുടെ ആ മുറിവിനെ ഉണക്കാൻ നോക്കും. എന്നാൽ എല്ലാം ഒടിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കൈ കെട്ടിയിട്ട് നമ്മൾ കുറച്ചു നേരം ഇരിക്കാന്ന് പറയോ? ഇല്ലല്ലോ. പോവില്ലേ? പോവില്ലേ? ഡോക്ടർ പോവില്ല. ആ പെയിന് കൊണ്ടാണ്, അത്രയും കാഠിന്യമുള്ള പെയിൻ ഉണ്ടാവും. അത് ആ പെയിനാണ് നമ്മൾ സൊല്യൂഷൻ കൊടുക്കുന്നത്. അവർ ആ PCOD അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫിറ്റ്നസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, ഞാൻ ഒരു വളരെ സിമ്പിളായിട്ട് കാര്യം പറ്റേ താഹിറ, നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സൈക്കോളജി. ഞാനിപ്പം ഷെബിനോട് പറഞ്ഞൊരു സംഭവം ഉണ്ട്. എന്തറിയോ? വിഷ്വൽ ആണുങ്ങളിൽ കൂടുതൽ ആളുകളും വിഷ്വലൈസേഴ്സാണ്. ഈ പൂർവ്വവാദിക്കൽ പൂന്തിങ്കളാകണം ഭാര്യ എന്ന് കവി എഴുതാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ആദ്യ രാത്രിയിൽ ഭാര്യ വളരെ സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി മുല്ലപ്പൂവും ചൂടിയിട്ട് കയറി ചെല്ലണമെന്ന്, മണിയറയിലേക്ക് കയറി ചെല്ലണമെന്നുകൊണ്ട് എന്ന് കാരണവന്മാർ തീരുമാനിക്കാൻ കാരണം എന്താണ്? സ്ത്രീകൾ മേക്കപ്പ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിനൊക്കെ ഒരു ആൻസർ ഉണ്ട്, ഒരു സൈക്കോളജി ഉണ്ട്. ബേസിക്കലി മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, ഇവരെ കാണുന്ന ആണുങ്ങൾ വിഷ്വലൈസേഴ്സ് ആണ് മാക്സിമം പേരും. അവർക്ക് കാണണം, അവർക്ക് അവരുടെ സ്ത്രീയെ, അവരുടെ പെണ്ണിനെ വൃത്തിയായിട്ടും വളരെ നല്ല ഭംഗിയിലും കാണണം. ആ ഭംഗിയിൽ കാണാൻ തടിച്ച അല്ലെങ്കിൽ ഫിറ്റ്നസ്സിൽ പ്രശ്നമുള്ള, അല്ലെങ്കിൽ ഞാൻ തടി എന്നുള്ള ഒരു ഇതായിട്ടല്ല കാണുന്നത്, മറ്റേ മോശം രൂപഭാവമുള്ള ഒരാളോട് നിങ്ങൾ അവരോട് പറയണം നിങ്ങൾക്ക് ഇത് ഉണ്ടെങ്കിൽ. നിങ്ങളുടെ മിക്കവാറും കഥകളിൽ ഭർത്താവ് ഒരു വില്ലനായിരിക്കുമല്ലോ കുറച്ചൊക്കെ. ആണ് ഒരുപാട് കഥകൾ വില്ലനാണ്. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് ഭർത്താവ് അങ്ങനെ? ഇപ്പം ഞാനൊരു ഭർത്താവാണ്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പല ആണുങ്ങളും ഭർത്താക്കന്മാരാണ്. അവരെന്തുകൊണ്ടാണ് ഈ പറയുന്ന കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക മറ്റുള്ളവർ വേറൊരു സ്ത്രീയായിട്ട്, സിനിമാ നടിമാരായിട്ട്, അല്ലെങ്കിൽ വേറെ ആൾക്കാരായിട്ട്? സ്വാഭാവികമായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഭംഗി കുറവാന്ന് പറഞ്ഞാൽ അവനെ വായി നോക്കും. അത് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ. ആ പെയിനെ നിങ്ങൾ അത് കൃത്യമായി ഒരു പെയിനെ സൊല്യൂഷൻ കൊടുക്കേണ്ടത്. അവരുടെ പ്രശ്നം PCOD ആയിരിക്കില്ല, അവരുടെ പ്രശ്നം ഇതില്ല, അവരുടെ പ്രശ്നം അവരുടെ ഭർത്താവ് അവരെ കൃത്യമായിട്ട് നോക്കുന്നില്ല എന്നായിരിക്കും, കൺസിഡർ ചെയ്യുന്നില്ല എന്നായിരിക്കും. അതിനുള്ള സൊല്യൂഷൻ കൊടുക്കുക താഹിറ. സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവര് ചോദിക്കട്ടെ എന്നും പറഞ്ഞൊരു പോക്കാണ് പോകും. അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ ഒരു പ്ലാറ്റ്ഫോം നടത്തും ഞാൻ ഇവിടെ പറയുന്നത് എത്രമാത്രം റെലവൻ്റ് ആണെന്ന് അറിയില്ല, പക്ഷെ എന്നാലും ഒരു പറയാണ്. അതായത് ഈ സ്ത്രീകൾ സെൽഫ് സഫീഷ്യൻ്റ് ആയിരിക്കണം ഫിനാൻഷ്യലി എന്നുള്ളത് ഭയങ്കരമായി ബോധ്യപ്പെടുന്ന ഒരു ഫീൽഡാണ് ഞങ്ങളുടെ. അവർക്ക് ജസ്റ്റ് 1000 rupees പോലും ഹസ്ബൻഡിൻ്റെ അടുത്ത് പിന്നാലെ നടന്ന് ചോദിച്ചുണ്ടാക്കാൻ ഒരുപാട് സ്ത്രീകൾ, 1000 രൂപ പോലും അവരുടെ കയ്യിൽ എടുക്കാനില്ലാത്ത ഒരുപാട് പേര്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പാർട്ട്ണർ ലേഡിയാണ്, എൻ്റെ കമ്പനിയുടെ പാർട്ട്ണർ ഡയറക്ടർ ലേഡിയാണ്.
നിഷ സദാശിവൻ. വളരെ സിമ്പിളാണ്. ഞാൻ ഏത് സദസ്സിലും പോയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ക്ലാസ് എടുക്കാൻ മുമ്പും പറയുന്നുണ്ട്. കേരളത്തിലെ സ്ത്രീ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വീട് രക്ഷപ്പെടുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാതെ അതിന് പല കാരണങ്ങളുണ്ട്. അതിനിപ്പോൾ നമുക്ക് അതിൻ്റെ സാമൂഹികപരമായ കാര്യങ്ങളേക്കും നമുക്ക് കിടക്കാൻ പറ്റില്ല. പക്ഷേ അവരെ പെയിനിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം, പാടില്ല എന്നാലും ഞാൻ പറയുകയാണ്. കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ ജോലിക്ക് പോയില്ലെങ്കിലും ഡൈവേഴ്സ് ആയ ഒരു സ്ത്രീ ജോലിക്ക് പോകാൻ നിർബന്ധിതയാവുന്നു. അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. അവരുടെ പെയിന് കൂടുതലാണ്. കാരണം ഒരാൾ എനിക്ക് വരുമാനം തരാനില്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അവരുടെ പെയിന് കൂടുതലാവുമ്പോൾ അന്ന് വരെ പുറത്തിറങ്ങാത്ത ആളുകൾ അത് സഹിച്ച് പുറത്തിറങ്ങും. ആ പെയിന് കൂടിയാൽ മതി. അത് നമ്മുടെ പണി. നമ്മൾ ചെയ്യുന്നത് പുണ്യപ്രവൃത്തി ആയതുകൊണ്ട് തന്നെ ആ പെയിൻ ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഇഷ്യൂസും നിങ്ങൾ കാണേണ്ട കാര്യമില്ല. അങ്ങനത്തെ ഒരു കൺസിഡറേഷനോ സിമ്പതിയോ വേണ്ട. യു ഷുഡ് ഹാവ് എംപതി. സിമ്പതി വേണ്ട. ആ സ്നേഹം ഉണ്ടായാൽ മതി. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഒരു സെയിൽസ്മാനും അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനും സിമ്പതിയുടെ പിന്നാലെ പോരുത്. എംപതി വേണം. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ നിർത്തില്ല, കുറേ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ടോപ്പിക്കൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഹാർട്ട് ടച്ച് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അല്ല, ശരിക്കും നമ്മൾ ഓരോരുത്തരുടെ സ്റ്റോറി കേൾക്കുമ്പോൾ പല രൂപത്തിലും അത്രയും അവർക്ക് ഫിസിക്കലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഞാൻ അതിനു പോലും ഒരുപാട് അതിൽ നിന്ന് കേസ് റിക്കവർ ആവാൻ ഹസ്ബൻഡിന്റെ പെർമിഷൻ വേണം, ഹസ്ബൻഡിന്റെ ക്യാഷ് വേണം. ഇത് രണ്ടും കിട്ടാത്ത ആളുകൾ വരെ വന്നിട്ട് എന്നെ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ല, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്നൊന്ന് പറയും. അപ്പൊ ഈ അതിനൊരു പെണ്ണുങ്ങളൊക്കെ കാരണമില്ല. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രസ്റ്റ്, അത് കഴിഞ്ഞാൽ അതായത് അവയർനെസ്, ഇൻട്രസ്റ്റ്, കൺസിഡറേഷൻ, ഡിസയർ, ദെൻ ആക്ഷൻ. അതാണ് അതിൻ്റെ ഒരു മോഡൽ. AICDA. ഈ അവയർനെസ് ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവും, കൺസിഡറേഷൻ ഉണ്ടാവും. കൺസിഡറേഷൻ ആണ് മൂന്നാമത്തെ സ്റ്റേജ്. ആ കൺസിഡറേഷൻ സ്റ്റേജിൽ കയ്യിൽ പോവാം. അവർക്കൊരു ഡിസയർ വന്നാലേ അവർ ആക്ഷൻ എടുക്കുള്ളൂ. ആ ഡിസയർ ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ ഉത്തരവാദിത്തം. നമ്മൾ കണ്ടിന്യൂസ് അവനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇമ്മീഡിയറ്റ്, ചിലപ്പോൾ എല്ലായ്പ്പോഴും ഇമ്മീഡിയറ്റ് കസ്റ്റമർ ഇല്ല. ഇമ്മീഡിയറ്റ് കസ്റ്റമർ ഒരു 10%, 20% ഉള്ളൂ. പക്ഷെ നമുക്കൊരു ലേറ്റർ കസ്റ്റമർ എന്ന് പറയുന്ന കാര്യമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വരാനുള്ള ആളുകൾ. അവരെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മൾ. അത് നമ്മുടെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ്. അത് നമ്മുടെ ഈ സെയിൽസ് എഞ്ചിന്റെ ഭാഗമാണ്. ഒരു പ്രോഗ്രാം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്കത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതൽ ഇതുപോലത്തെ കേസുകളെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ സംസാരിക്കും കേട്ടോ. യെസ്, എനി മോർ ക്വസ്റ്റ്യൻസ്? ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് 10 മണിയില്ലേ, ഗുഡ് നൈറ്റ് പറയാം. 9:58, 2 മിനിറ്റ് കൂടി. ഹലോ സാറേ, നമസ്തേ. നമസ്കാരം, പറയൂ മനോജ്. സാർ, എനിക്ക് ഒരു ടീ ഷോപ്പ് ഉണ്ട്. ഞാൻ നേരത്തെ ഒരു മൊബൈൽ ടെക്നീഷ്യൻ ആയിരുന്നു. അപ്പം എൻ്റെ ഫാദർ ആയിരുന്നു ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഫാദറിന് മേലാതൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ ആ കട ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പം നമുക്ക് അവിടെ ഉള്ളത് രാവിലെ പൊറോട്ട, ദോശ, അത് പിന്നെ വൈകുന്നേരം പിന്നെ ചെറുകടികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാനിപ്പോൾ അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്താലോ എന്നുള്ള ആലോചന ഇങ്ങനെ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഇത് എവിടെ തുടങ്ങണം എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ. നമ്മളെ ഷോപ്പ് എന്ന് പറയുന്ന ഒരു നാട്ടിൻപുറ ഏരിയയാണ്. അപ്പൊ അതിൽ എന്തൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമെന്ന് എന്തെങ്കിലും? മനോജിന്റെ ഇപ്പോഴത്തെ സ്ഥിരം കസ്റ്റമർ ആരാണ്? എത്ര വയസ്സുള്ള? നമ്മുടെ ഇപ്പം സ്ഥലം ഏജ്ഡ് ആയിട്ടുള്ളവരാണ് കൂടുതൽ. ഇപ്പം നമ്മുടെ നിലവിൽ ഉണ്ടായിരുന്ന കസ്റ്റമറൊക്കെ അവരൊക്കെ തന്നെയാണ് ഇപ്പോഴും വന്നോണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വരുന്നുണ്ടോ? അപ്പൊ രാവിലത്തെ ഈ പണിക്ക് ജോലിക്ക് പോകുന്നവരൊക്കെയാണ് സാധാരണ പാഴ്സൽ മേടിച്ചിട്ട് പോവുക. അങ്ങനെയൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാനിപ്പം ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമുക്കവിടെ നോൺ വെജ് അങ്ങനെ വെക്കാറില്ല. വെജാണ് മെയിനായിട്ട് കറികളൊക്കെ വരുന്നത്. അപ്പൊ ചിലര് ഇപ്പം ചിലര് പറയും കറിയായിട്ട് വേണ്ട, അങ്ങനെയൊക്കെയുള്ള പറയുമ്പം നമുക്കൊരു കറി വെച്ചിട്ട് നമുക്ക് ചെയ്യലാവാതെ വരുമ്പോൾ നമുക്ക് അതിനുള്ള നഷ്ടങ്ങൾ വരുമല്ലോ. അതുകൊണ്ട് തുടങ്ങാനും ഒരു ഭയം. ഇന്ന് ഏറ്റവും കൂടുതൽ ലാഭമുള്ള പരിപാടിയാണ് ചായക്കട. അത് കണ്ടിട്ട് പല ആൾക്കാരും ചായക്കട. മലബാർ കോഴിക്കോട് ഏരിയക്ക് പോയ ചായകളുടെ സംസ്ഥാന സമ്മേളനമാണ് ചായക്കടകളുടെ. അല്ലേ? അപ്പം നമുക്ക് ഒരു പുതിയ ആദ്യം ചെയ്യാം. ഞാൻ പറയുന്ന 3 സ്റ്റെപ്പ് ശ്രദ്ധിച്ചാൽ. 1,
അവിടെ വരുന്ന കസ്റ്റമർ, ഇപ്പോൾ വരുന്ന കസ്റ്റമറുടെ ഒരു സ്വഭാവവും വയസ്സും അവരുടെ ഒരു ബൈയിങ് കപ്പാസിറ്റിയും അല്ലെങ്കിൽ ബൈയിങ് ബിഹേവിയർ എന്ന് പറയും, അവർ വാങ്ങുന്ന രീതിയും നോക്കുക. ഇതിലേക്ക് ഓക്കെ പുതിയ ആളുകളെ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുക. അവരെ കൂടി കൊണ്ടുവരാൻ. ഇപ്പൊ നിങ്ങളുടെ കടയിൽ ഒരു മാറ്റം വരുത്തില്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ വന്ന് വാങ്ങിപ്പോകും. ഓക്കെ, അതെ അവരെ അതെ കൊണ്ട് ഒന്നില്ലെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം ഒന്നില്ലെങ്കിൽ അപ്സെൽ ചെയ്യുക, കൂടുതൽ വാങ്ങിപ്പിക്കുക, അല്ലെങ്കിൽ പുതിയ കസ്റ്റമറെ കണ്ടുപിടിക്കുക. അങ്ങനെ 5 കാര്യങ്ങളാണുള്ളത്. ആദ്യത്തെ കാര്യം കൂടുതൽ കാര്യങ്ങൾ വാങ്ങിപ്പിക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ആൾക്കാർ ഇപ്പോൾ ഒരു കുറ്റി പുട്ട് കഴിക്കണതിന് പോലെ 2 കുറ്റി പുട്ട് കഴിക്കുന്നില്ലല്ലോ. അതെ ചായ കുടിക്കാൻ 2 ചായ കുടിക്കുന്നില്ലല്ലോ. അപ്പൊ അതെ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൽ കൂട്ടാൻ പറ്റുന്നത് ആളുകളുടെ എണ്ണമാണ്. ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നാട്ടിൻപുറത്ത് നമുക്കിപ്പോൾ ഇനി ഒരു 50-40 വയസ്സുള്ള ആൾക്കാരെ ഒരു 10-200 ആൾക്കാരെ അഡീഷണൽ ഉണ്ടാക്കാനൊന്നും പറ്റില്ല അല്ലേ. എന്നാലും ഒരു വിധത്തിൽ നമുക്ക് പുതിയ മാർക്കറ്റിങ്ങോ കാര്യങ്ങളോ കുറച്ച് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ വരും. ഒപ്പം പുതിയ തലമുറയെ കൂടി അതിലേക്ക് കൊണ്ടുവരാനുള്ള വ്യത്യസ്തമായിട്ടുള്ള ചായ അല്ലെങ്കിൽ അങ്ങ് വ്യത്യസ്തമായിട്ടുള്ള ഒരു വൈബ്, ഒരു ആംബിയൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് അതെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഓക്കെ സംഭവമാണ്. ഇപ്പോൾ ഓക്കെ ഇപ്പോഴത്തെ ഒരു നമ്മ ചായക്കടകളുടെ ഒരു പ്രത്യേകത ആംബിയൻസ് ആണ് ബേസിക്കലി. അതെ അതെ ഞാനിപ്പോ ഇങ്ങനെ നമ്മളിപ്പോ പലയിടത്ത് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ഈ കടകളൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കാറുണ്ട് അത് അവരുടെ ആ ഒരു കടകളുടെ കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. വ്യക്തമായിട്ട് പറയാം. നിങ്ങൾ ആംബിയൻസ് ഇടുമ്പോഴും മറ്റുള്ള കാര്യങ്ങളും നിങ്ങളിത് ഇഷ്ടപ്പെടുന്ന ആളാണെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതെ നിങ്ങൾ ആംബിയൻസും മറ്റേ വൈബും കൊണ്ടുവന്നിട്ട് അവസാനം നിങ്ങൾ തന്ത വൈബ് അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ 50 വയസ്സുകാരന്റെ സ്വഭാവവും 25 വയസ്സുകാരനെ വിൽക്കലും ആയിക്കഴിഞ്ഞാൽ നടക്കില്ല. 25 വയസ്സുകാരന് വിൽക്കുകയാണെങ്കിൽ 25 വയസ്സുകാരനെ പോലെ ആവണം. അതെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും ആളുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധം അതാണ്. അവര് എന്താ പറയുക, ഡയലോഗ് അടിക്കും അല്ലെങ്കിൽ സംഭവം സെറ്റപ്പ് തുടങ്ങും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷനും നമ്മുടെ നാട്ടിൽ പല ഇൻസ്റ്റിറ്റ്യൂഷനും പൂട്ടിപ്പോകുന്നുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഡൗണാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ 40 വയസ്സിന് മുകളിലായിരിക്കണം, 40-45 വയസ്സാണ്. ഇന്നത്തെ പിള്ളേർക്ക് വേണ്ട കാര്യത്തിൽ പണ്ടേ ഞാനേ ഓണത്ര ഉണ്ടതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് മറ്റേ സ്ട്രിക്റ്റ് ആയിട്ട് മറ്റേ രാവിലെ 9:30 വരണം, വൈകുന്നേരം 5:30 പോകണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഇപ്പോഴത്തെ പിള്ളേർക്ക് 4 DJ പാട്ട് വെച്ച് കൊടുത്ത് ഓണ സമയത്ത് പണ്ടെന്താണ് തിരുവാതിര കളി, മറ്റേ തുമ്പി തുള്ളൽ, ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞിട്ടുള്ള. ഇപ്പൊ എങ്ങനെ അറിയോ, ആദ്യം തന്നെ DJ ആണ്. ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ആളാവണം. അത് അവനോ മനസ്സിലാക്കണം. ആദ്യം അവനെ കസ്റ്റമറെ പോലെ നമ്മളാവണം. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ സെറ്റപ്പിൽ എങ്ങനെ പോയിട്ട് നിൽക്കുക നല്ലത്. ഞാൻ പറയേണ്ട യഥാർത്ഥ സെൻസിൽ തമാശയായിട്ട് പറയുന്നത്. മനസ്സിലായി ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ഒരു ഇതാക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. കാരണം നമ്മൾ കട ഒന്ന് ജസ്റ്റ് ഒന്ന് പുതുക്കി പണിയാനൊന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ പണിയാൻ കാശുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു അഭിപ്രായത്തിൽ ഇതിന്റെ ഒരു ബിസിനസിന്റെ ഒരു പ്രോസസ്സ് പഠിക്കുക. ഇത് എന്തൊക്കെ ചെയ്താൽ കിട്ടും, എന്തൊക്കെ ചെയ്യാൻ പറ്റും. കോംബോ ഓഫേഴ്സ് നല്ലതാണ്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ കറി വിറ്റുപോകാനുള്ള ഒരു വഴി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞു പോണ സാധനം ഒരു കോംബോ ഉണ്ടാക്കുക. ആ കോംബോ കൊടുത്തു കഴിഞ്ഞാൽ അവർ കച്ചവടം കിട്ടും. അതായത് ഇപ്പോൾ ചിലരുണ്ടാവും പൊറോട്ടയും മുട്ടക്കറിയും ഒരു കോംബോ, അപ്പൊ അതിന് ഇത്ര വിലയുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാർ അത് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യും വേണം. മുട്ടക്കറി ഉണ്ട്, പൊറോട്ടയുണ്ട്, പുട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം പുട്ടും പൊറോട്ടയും കൂടി നമുക്കൊരു കോംബോ ഉണ്ട്, അതങ്ങ് കഴിച്ചാലോ എന്ന് ചോദിക്കുന്ന രീതിയായിരിക്കും നമ്മൾ. അതൊരു മാർക്കറ്റിംഗ് ആണ്. നിങ്ങളുടെ വാക്കുകളിൽ കൂടി വളരെ പ്രശ്നമുണ്ട്. ഞാനിപ്പോ ഈ സംസാരിക്കുന്നത് മുഴുവൻ ഞാൻ എന്നെ കൂടി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടയ്ക്ക് ഓരോ 2 കള്ളുകളുണ്ട് അല്ലേ. അത് മനഃപൂർവ്വം സംസാരിക്കുന്നത്, അത് മാർക്കറ്റിംഗ് ആണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനിപ്പോ 2-3 ദിവസമായിട്ട് ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലർക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ എന്റെ പറച്ചിൽ നിർത്തുന്നില്ല. ഡെയിലി രാവിലെ തന്നെ പണി. ഞാൻ എന്നെ തന്നെ പറ്റി പറയും, അല്ലാതെ പിന്നെ ആരെ എന്നെ പറ്റി പറയാൻ. അതെ, ഞാനിത് കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കുന്നുണ്ട് ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയൊക്കെ ആവാന്നുള്ള. അപ്പൊ അങ്ങനെയാണ് സാറിന്റെ ഒരു ആഡ് എനിക്ക് കണ്ടത്. അതാണ് ഞാൻ പെട്ടെന്ന് സാറുമായിട്ട് കണക്ട് ആക്കിയത്. വെരി ഗുഡ്, താങ്ക് യു. ഇപ്പൊ ഞാനിപ്പോ ഇത് കാരണം കട അടച്ചിട്ട് പെട്ടെന്ന് തന്നെ നേരത്തെ തന്നെ അടച്ചിട്ട് വന്നത് സാറിന്റെ ഈ ഇതൊന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. നമുക്ക് കട വലിയ രീതിയിൽ സെറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ 2 ദിവസം കണ്ടപ്പോ തന്നെ അത്യാവശ്യം നമുക്ക് വേറെ കാര്യം കൂടി പറയാം. അവിടെ തന്നെ സെറ്റ് ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ ഡെവലപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും തുടങ്ങാൻ പറ്റിച്ചാൽ അത് നല്ലതാണ്. അത് മനസ്സിലായി. ഓക്കെ, അപ്പോ താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. ആർക്കെങ്കിലും എനി മോർ ക്വസ്റ്റ്യൻസ്? ഇല്ലല്ലോ. നാളെ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും വലിയ അടുത്ത തലവേദന പീപ്പിൾ മാനേജ്മെന്റ്, പീപ്പിൾ പവർ സിസ്റ്റം. നാളെ നമ്മൾ സംസാരിക്കും. രാത്രി 8:30 മണിക്ക് ഉണ്ടാവണം. കൂടെയുള്ള ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരണം. ഹലോ, നമസ്കാരം സാർ. സിറാജ് പറയൂ. സിറാജ്,
ഞാൻ പിന്നെ ഫുട്വെയർ ബിസിനസ്സാണ്, ചെരുപ്പിന്റെ കച്ചവടമാണ്. പറയൂ. നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നത് ക്രെഡിറ്റ് ആണ്. നമ്മൾ കൊണ്ടുപോയിട്ട് സാധനം കൊടുക്കുന്നത്, ഈ ക്രെഡിറ്റ് കൊടുത്തിട്ടും നമുക്ക് സെയിൽ നടക്കുന്നില്ല. അത് നിങ്ങൾ നമ്മളെ പോലെ ഒരുപാട് ആൾക്കാർ ബിസിനസ്സാണ്, B2B ആണോ കൊടുക്കുന്നത്, കടകൾക്കാണോ കൊടുക്കുന്നത്? അതെ 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 കടകൾക്കാണ് കൊടുക്കുന്നത്. എത്ര കടകൾ കൊടുക്കുന്നുണ്ട്? ഒരു 80 ഷോപ്പ് ഇപ്പം നിലവിലുണ്ട്. ഓക്കെ. എത്ര എത്ര ഷോപ്പുകളിൽ ക്രെഡിറ്റ് ഉണ്ട്? എല്ലാ ഷോപ്പിലും മിക്കവാറും ക്രെഡിറ്റ് ആണ്. എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് വരുന്നത്? എല്ലാവരും ക്രെഡിറ്റ് ആണ് കൊടുക്കുന്നത്, എല്ലാ കമ്പനിക്കാർക്കും നിങ്ങൾ ക്രെഡിറ്റ് ക്രെഡിറ്റ് കൊടുക്കാൻ ആണ് കൊടുക്കുന്നത്. തയ്യാറായതുകൊണ്ടാണ് അവർ ക്രെഡിറ്റിന് മേടിക്കാൻ തയ്യാറാവുന്നത്. ആ അതെ അതെ. അത് കാശ് ക്രെഡിറ്റ് കൊടുക്കൽ പോയി മാത്രമല്ല സാർ, നമ്മൾക്ക് ഈ പണം തിരിച്ചു കിട്ടുന്നത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ നമ്മളിപ്പം അയ്യോ പറഞ്ഞു എനിക്ക് നന്നായിട്ട് അറിയാം, ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഇതിനെ പറ്റിയിട്ട് എൻ്റെ പഴയ മെൻറ്റർ മറ്റേ കോഴിക്കോട് വന്ന് 2 ഡയലോഗ് അടിച്ചപ്പോൾ അദ്ദേഹത്തിനെ പിടിച്ചിട്ട് നാലക്ക് എല്ലാവരും ഒന്ന് തന്തയ്ക്ക് വിളിച്ച്. ഒരു കഥയില്ല, സിമ്പിളാണ്. ഓക്കെ അത് വളരെ സിമ്പിളാണ് സിറാജ്. ഇനി എടുക്കുന്ന ഷോപ്പുകളിൽ നിങ്ങൾ ക്രെഡിറ്റ് കൊടുക്കില്ല എന്ന് തീരുമാനിക്കുക. ഇത് കൃത്യമായിട്ടൊരു എന്താ പറയുക മൈൻഡ് സെറ്റാണ്. ഇനി കൊടുക്കില്ല എന്ന് തീരുമാനിക്കുക. കുറേശ്ശെ ക്രെഡിറ്റ് ലിമിറ്റ് കുറച്ച് വരിക. സാറേ അതിൽ എനിക്ക് ക്രെഡിറ്റ് പോയാൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷെങ്കിൽ എനിക്ക് കളക്ഷൻ തിരിച്ചു കിട്ടണം. അതായത് ചോദിക്കാറുണ്ടോ? പിന്നെ ചോദിക്കാറുണ്ടോ? എന്താണ് സാർ? പൈസ ചോദിക്കാറുണ്ടോ? ആ പൈസ നമ്മൾ എല്ലാ ആഴ്ചയും കളക്ഷന് പോകും. അപ്പൊ കളക്ഷന് പോകുന്നവരെ അവർ പറയുന്നത് ബിസിനസ് കുറവാണ്, അടുത്ത ആഴ്ച എടുക്കാം. ഈ 2 ഡയലോഗാണ് അധികവും നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. അതിനുള്ള ഒരു മറുപടിയാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഞാൻ എത്ര ആലോചിച്ചിട്ടും അതിനൊരു വളരെ സിമ്പിളാണ്. ആരാ പോകുന്നത്? പൈസ മേടിക്കാൻ പോകുന്ന ആരാണ്? ഞാനും പോകും, പിന്നെ റൂട്ടിൽ വേറെ ആൾ പോകുന്നുണ്ട്. നിങ്ങൾ പോകുന്നിടത്ത് കുറച്ചധികം പൈസ കിട്ടുന്നില്ലേ? ആ കിട്ടുന്നുണ്ട്. അപ്പോൾ റൂട്ടിൽ പോകുന്നവരിന്ന് കിട്ടുന്നില്ലല്ലോ. കുറച്ച് കുറവായിരിക്കും, ചിലപ്പം കുറച്ച് കൂടുതൽ കിട്ടും. അവനൊരു ഇൻസെന്റീവ് സ്ട്രക്ചർ വെച്ചാൽ മതി. അതായത് ഇത്ര രൂപയ്ക്ക് മുകളിൽ കൊണ്ടുവന്ന ഇത്ര രൂപ തരാമെന്ന്. അത് ഉണ്ട് 2% കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. 2% കൊടുക്കുന്നുണ്ട്. വരുന്നതിന് 2% കമ്മീഷൻ കൊടുത്തിട്ട് കാര്യമില്ല. ആ അതായത് ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒരു 5000 രൂപയ്ക്ക് 2% ആണെങ്കിൽ 10000 രൂപ മേടിച്ചിടുന്ന 3% കൊടുക്കാമെന്ന് അറിയാം. എന്നിട്ട് ഏതൊക്കെ ഷോപ്പുകളിൽ നിന്ന് മേടിക്കണം എന്നും കൂടി പറഞ്ഞു കൊടുക്കുക. ഇത് പ്യുവർ മൈൻഡ് സെറ്റ് അപ്പാ. നമ്മൾ പണത്തിനൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. കടം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ചോദിച്ചാൽ മാത്രമേ കിട്ടൂ. ചോദിച്ചുകൊണ്ടേയിരിക്കണം. ചോദിച്ചാൽ മാത്രം കിട്ടുന്നതാ. ഇനി മുതൽ ക്രെഡിറ്റ് കൊടുക്കില്ല എന്ന് തീരുമാനിക്കുക, അതിനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കാൻ എന്താ പറയുക, അവിടെ വേറെ ആർക്കും അത് അവൈലബിൾ അല്ലാത്ത രീതിയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സംസാരിക്കുക. ഒരു മടിയും വിചാരിക്കണ്ട. മൈൻഡ് സെറ്റ്, അത് പ്യുവർ മൈൻഡ് സെറ്റാണ്. പിന്നെ റീറ്റെയിലേക്ക് കുറച്ച് ഡയറക്റ്റൊക്കെ ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ നല്ലത്. ആളുകൾക്ക് ഓൺലൈനായിട്ട് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ നല്ലതാണ്. ഓക്കെ, ഓൺലൈനായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. നിങ്ങളൊരു ഇതേ സാധനം പാരലി വിൽക്കാനുള്ള ശ്രമം നടത്തണം. അപ്പോൾ ആൾക്കാർ അത് വാങ്ങിക്കോളും. അപ്പോൾ ഈ പറയുന്ന ഷോപ്പുകാരൊക്കെ തന്നെ വരുന്ന ആഴ്ത്തേക്ക്. ക്ലിയർ ആണോ? ഓക്കെ സാർ. ഓക്കെ. ഇനി വേറെ ആരോ ചോദിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു അത്? ഇല്ല. ഓക്കെ, അപ്പോൾ നാളെ കാണാം. നാളെ ചോദ്യങ്ങളായിട്ട് വരിക. നാളെ നമുക്ക് വൈകുന്നേരം നാളെ ഇരിക്കാം. സൺഡേ ആണ്, റീചാർജിങ് ഡേ ആണ്. അതായത് നമ്മുടെ റിഫ്ലക്ഷൻ ആൻഡ് റീചാർജിങ് ദിവസമാണ് സൺഡേ. സൺഡേയിൽ നമ്മൾ ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും, ഈ ആഴ്ച നടന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അവലോകനം വേണം. അതേപോലെ അടുത്ത ആഴ്ച എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യണം. അല്ലാണ്ട് പോയി കടന്ന് റെസ്റ്റ് ഡേ അല്ല സൺഡേ. ഇറ്റ് ഈസ് റിഫ്ലക്ഷൻ ആൻഡ് റീചാർജിങ് ഡേ. പ്ലാൻ യുവർ ഡേ, പ്ലാൻ യുവർ വീക്ക്. സോ എല്ലാവർക്കും സന്തോഷം. എല്ലാവരോടും എൻ്റെ സ്നേഹാന്വേഷണം. ഹാപ്പി വീക്കെൻഡ്. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. Okay, sir.